Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റേൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 260ാമത് ലൈവ് വെബിനാർ ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുകയാണ്. നമ്മളെ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ പാട്ടുപാടുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ ബെൻസി അകമുറ്റം സാറിനെയും ഫാമിലിയുമാണ്. ഇവർ നമുക്ക് ആർക്കും പുതിയ ആൾക്കാരല്ല. ഇതിനു മുമ്പ് നമുക്ക് വേണ്ടി അനേക തവണ ഗാനങ്ങൾ ആലപിച്ചവരാണ്. വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും കുടുംബമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നു. അതാണ് എടുത്തു പറയേണ്ടത്. ഇൻഡിവിജ്വലായിട്ട് പലരും ഗാനങ്ങൾ ആലപിക്കുന്നുണ്ടെങ്കിലും കുടുംബമായിട്ട് ഗാനം ആലപിക്കുന്ന ഒരു ഫാമിലിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് വേണ്ടി അനവധി തവണ പാട്ട് പാടിയിട്ടുണ്ട്. ബെൻസി അകമുറ്റം ഷാർജ മാർത്തോമ ഇടവകയിലെ കീബോർഡൊക്കെ കൊയറിന് വേണ്ടി കീബോർഡ് വായിക്കുന്ന ആളാണ്. അദ്ദേഹം അനേക ഗാനങ്ങള് സംഗീതം പാർന്നിട്ടുണ്ട്. മാരാവൺ കൺവെൻഷന് 2021 അദ്ദേഹം ട്യൂൺ ചെയ്ത ഒരു ഗാനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി റെനിയും മകൾ ജൂവലുമാണ് കൂടെ പാടുന്നത്. ഒരു കുടുംബമായിട്ട് പാടുമ്പോഴാണ് കൂടുതൽ നമുക്ക് സന്തോഷം ഉളവാക്കുന്ന രീതിയിൽ തന്നെ അവർ കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് ചേർന്ന് പാടുന്നവരാണ്. ആ കുടുംബത്തെ ഇപ്പോൾ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്തുതിഗീതമെന്നും പാവനനാം പരമോന്നതന് വാഴ്ത്തിടും തിരുനാമമെന്നും വാനോർ വാഴ്ത്തും തിരുസുതനെ. പാടിടും സ്തുതിഗീതമെന്നും പാവനനാം പരമോന്നതന് വാഴ്ത്തിടും തിരുനാമമെന്നും വാനോർ വാഴ്ത്തും തിരുസുതനെ. സങ്കേതം നീ മാത്രമേ, ആശ്രയം വേറെ ആരുമില്ലേ. കാത്തിടും നിന്റെ രക്ഷയ്ക്കായി ആശയോടൻ മാനസം. സങ്കേതം നീ മാത്രമേ, ആശ്രയം വേറെ ആരുമില്ലേ. കാത്തിടും നിന്റെ രക്ഷയ്ക്കായി ആശയോടൻ മാനസം. സ്നേഹിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം, ഘോഷിക്കും നന്മകൾ നന്ദിയാൽ ദിനവും. സ്നേഹിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം, ഘോഷിക്കും നന്മകൾ നന്ദിയാൽ ദിനവും. പാടിടും സ്തുതിഗീതമെന്നും പാവനനാം പരമോന്നതന് വാഴ്ത്തിടും തിരുനാമമെന്നും വാനോർ വാഴ്ത്തും തിരുസുതനെ. ആശ്വാസം നീയല്ലയോ,
ആലംബമായി നീ ചാരയില്ലേ, ആമോദത്താലെന്നുള്ളം ആത്മാവിലായിടുമേ. ആശ്വാസം നീയല്ലയോ, ആലംബമായി നീ ചാരയില്ലേ, ആമോദത്താലെന്നുള്ളം ആത്മാവിലായിടുമേ. ജീവിക്കും നാളെന്നും നാഥനിൻ ഇഷ്ടം പോൽ പ്രാപിക്കും നിശ്ചയം കർത്താവിൻ സവിധം. ജീവിക്കും നാളെന്നും നാഥനിൻ ഇഷ്ടം പോൽ പ്രാപിക്കും നിശ്ചയം കർത്താവിൻ സവിധം. പാടിടും സ്തുതിഗീതമെന്നും പാവനനാം പരമോന്നതന് വാഴ്ത്തിടും തിരുനാമമെന്നും വാനോർ വാഴ്ത്തും തിരുസുതന്. നിത്യപ്രകാശം നീയേ, നിത്യപിതാവും നീയല്ലയോ, നിത്യജീവൻ പ്രാപിപ്പാൻ എന്നെ ഒരുക്കേണമേ. നിത്യപ്രകാശം നീയേ, നിത്യപിതാവും നീയല്ലയോ, നിത്യജീവൻ പ്രാപിപ്പാൻ എന്നെ ഒരുക്കേണമേ. വഴിയും സത്യവും ജീവനും മാർഗവും ആദിയും അന്ത്യവും എന്നാളും നീയല്ലോ. വഴിയും സത്യവും ജീവനും മാർഗവും ആദിയും അന്ത്യവും എന്നാളും നീയല്ലോ. പാടിടും സ്തുതിഗീതമെന്നും പാവനനാം പരമോന്നതന് വാഴ്ത്തിടും തിരുനാമമെന്നും വാനോർ വാഴ്ത്തും തിരുസുതന്. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. വലിയ സന്തോഷം. വീണ്ടും ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. നമ്മളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും സജീവ അംഗങ്ങളിൽ ഒരാളായ ജോർജ് യോഹന്നാൻ സാറിനെയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരു നാട്ടിലൊരു പരസ്യം ഉണ്ടായിരുന്നു. എല്ലാ മരുന്നുകളും പരാജയപ്പെടുമ്പോൾ കാളൻ നെല്ലായി എന്ന് പേരിലൊരു പരസ്യം വരുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പല വാതിലുകളും മുട്ടും. പല വാതിലുകളും അടയുമ്പോൾ അവസാനം ഞാൻ ജോർജ് യോഹന്നാൻ സാറിനെ വിളിക്കും. അപ്പോഴേ ആ വാതിൽ തുറക്കും. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഇന്നും എൻ്റെ റിക്വസ്റ്റിനെ മാനിച്ച് സാറിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ സാർ വളരെ ഒരു നല്ല രീതിയിൽ ഒരു ആത്മീയ പ്രവർത്തനം നടത്തുന്ന അൽമായനാണ്. ദുബൈയിലായിരുന്നു വർഷങ്ങളായിട്ട്. ദുബൈ മർത്തോമ ചർച്ചിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് ജോർജ് യോഹന്നാൻ സാറ്. സാറ് നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നു. നമ്മുടെ ഫോറത്തിലും നല്ല സമയാസമയങ്ങളിൽ കുറിപ്പുകളൊക്കെ എഴുതി നല്ല രീതിയിൽ സഹകരിക്കുകയും നല്ല അർത്ഥവത്തായ രീതിയിൽ പ്രസംഗിക്കുകയും നമ്മുടെ തന്നെ മീറ്റിംഗിൽ പലവട്ടം പ്രഭാഷകനായിട്ട് വിഷയം അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. ജോർജ് യോഹന്നാൻ സാറിനെ ഇപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വ്യക്തികളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പതിവ് പോലെ പഠനത്തിനായി ഒന്നിച്ച് കൂടിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വ്യക്തികൾ നന്നായി ഇരുന്നാൽ മാത്രമേ അവർ പാർക്കുന്ന ഭവനങ്ങളും സമൂഹവും വികസിതമാകുകയുള്ളല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ മാർഗദർശനങ്ങൾ ഇന്ന് തരുന്ന ബഹുമാനപ്പെട്ട ഗീത ടീച്ചറിന് വേണ്ടി
പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ജ്ഞാനം പകർന്നു നൽകി ക്ലാസ് എടുക്കുവാൻ സഹായിക്കണമേ. സെമിനാർ മോഡറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ സെമിനാർ നടത്തുവാൻ സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. നല്ല മനോഹരമായ പാട്ടുകൾ പാടി ഞങ്ങളെ കേൾപ്പിച്ചതായിട്ടുള്ള ബെൻസിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. വികസിത നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയും ഒരു സമൂഹവും സൃഷ്ടിക്കപ്പെടുവാൻ, ഞങ്ങളുടെ പങ്ക് നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും സഹായിക്കണമെന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. വളരെയധികം നന്ദിയുണ്ട് സാറേ. വളരെ ചുരുങ്ങിയ സമയത്തിൽ വളരെ അർത്ഥപൂർണമായിട്ട് പ്രാർത്ഥിക്കാൻ സാറിന് ഉള്ള പ്രത്യേക കഴിവിനെ അഭിനന്ദിക്കുന്നു. വീണ്ടും ഇതുപോലെ അവസരങ്ങൾ സാറിനെ തേടി വരുന്നതായിരിക്കും. ഇപ്പോൾ മുഖ്യ ഇന്നത്തെ പ്രഭാഷകയായിട്ട് ഗീത ടി ജോർജ് മാഡമാണല്ലോ, ടീച്ചറാണല്ലോ. എന്നാൽ അതിന് തക്കതായ ഒരു മോഡറേറ്ററെ വേണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ കയറി വന്ന നാമധേയം രന്നി ഫിലിപ്പ് അച്ഛൻ്റെതാണ്. അച്ഛനാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇതുപോലുള്ള ഒരു വിഷയത്തിന് മോഡറേറ്ററായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമാണെന്ന് എനിക്ക് തോന്നിയതിനാൽ ഞാൻ അച്ഛനെയാണ് ഇന്ന് മോഡറേറ്ററായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അച്ഛനെ പറ്റി ഒരുമാതിരി നിങ്ങൾക്കൊക്കെ നല്ലതായിട്ട് കാര്യങ്ങൾ അറിയാം. അച്ഛനെ കുമ്പളാംപൊയ്ക ഇടവക അംഗമാണ്. അച്ഛൻ സഭയുടെ വ്യത്യസ്തമായ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. റാന്നി നിലയ്ക്കൽ ഭദ്രാസന അസംബ്ലി മെമ്പറായിരുന്നു. നോർത്ത് അമേരിക്കയുടെ ഡയസിഷൻ സെക്രട്ടറി ആയിട്ടും ബിഷപ്പ് സെക്രട്ടറി ആയിട്ടും അച്ഛൻ സ്തുത്യർഹമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അച്ഛൻ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാവുന്ന TMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ്, അമലഗിരിയിലുള്ള TMA ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഫാക്കൽറ്റി മെമ്പറായിട്ടാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. ഇത് അച്ഛൻ്റെ 2ാം ടേമാണ് അവിടെ. അച്ഛൻ പല ഫാമിലി കൗൺസിലിങ്ങും നല്ല രീതിയിൽ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയാണ്. അച്ഛൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അച്ഛൻ ചെയ്തിരിക്കുന്നത് പാസ്റ്ററൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് തിയോളജി ഇൻ പാസ്റ്ററൽ കൗൺസിലിംഗിലാണ് അച്ഛൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോട്ടയത്തെ FFRRCയിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അച്ഛനെ നമുക്ക് നേരത്തെ ഒരു പ്രഭാഷണം ഇവിടെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് രന്നി ഫിലിപ്പ് അച്ഛൻ. അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂട്ടത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരു വട്ടം കൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അച്ഛൻ സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 260ാമത് സെമിനാറാണ്. ഓരോ ആഴ്ചയും വ്യത്യസ്തമായ വൈവിധ്യമാർന്ന വിഷയങ്ങൾ കണ്ടുപിടിച്ച് അതിന് തക്കതായ ആളുകളെ ഒരുക്കി ഇപ്രകാരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇത് സംബന്ധിക്കുന്നതിന് സാധിക്കുകയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ആളത്വത്തെയും ഒക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് സഹായകരമായ വിധത്തിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാകുകയും ചെയ്യുന്നത് വളരെ അഭിലഷണീയമാണ്. അതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന വിൽസൺ സാറിനെയും മറ്റ് സാങ്കേതികമായി സഹായിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഫോറത്തിലൂടെ ഇതിൻ്റെയൊക്കെ ചർച്ചകൾ തുടരുന്നതിന് സഹായകരമാകുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വ്യക്തിത്വ വികസനത്തിൽ മെന്ററിങ്ങിനുള്ള പങ്ക് എന്ന വിഷയമാണ് നമ്മൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേദപുസ്തകത്തില് കർത്താവ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. കൗൺസിലർ
എന്നുള്ളൊരു വാക്കാണ് പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത്. കൂടെ ഇരുന്ന് ശരിയായ ദിശാബോധം നൽകി, ഉൾക്കാഴ്ചകൾ നൽകി, വ്യക്തതകൾ നൽകി നമുക്ക് സാധ്യമാകുന്ന ഇടങ്ങളിലേക്ക് നമ്മളുടെ കഴിവുകൾ അനുസരിച്ച് മുന്നേറുവാൻ നമ്മെ ശക്തീകരിക്കുന്ന, അത് വ്യക്തികളായും ഒരു കുടുംബമായും സമൂഹവുമായും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ മറ്റുള്ളവരെ കരുതൽപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും, അതുപോലെ തന്നെ നമുക്ക് ധാരാളം ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായ ഒരു മെന്ററിങ്ങിന്റെ അനുഭവം. ഒരു ഫോർമൽ മെന്ററിങ് എന്നുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിലൊക്കെ അത്രയും ആയി വരുന്നതേ ഉള്ളൂ. പല വിദേശ രാജ്യങ്ങളിലൊക്കെ അത് കുറെ കൂടെ ഔദ്യോഗികമായിട്ട് തന്നെ ഒരു മെന്ററിങ് എന്ന് പറയുന്നത് ആ ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. നല്ല കുറച്ചുകൂടെ ഇൻഫോർമലായിട്ടാണ് നമ്മുടെ ഒരു സംസ്കാരത്തിനകത്ത് നമ്മുടെ ആ ഒരു മെന്ററിങ് സാധ്യമാകുന്നത്. നമ്മൾ സാറ് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രധാനപ്പെട്ടതായതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന വിവിധ സംഘർഷങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആവശ്യമായൊരു ദിശാബോധവും കൈത്താങ്ങലും ഒക്കെ നൽകുന്നതിന് നമുക്ക് കാലാകാലങ്ങളിൽ പല ആളുകൾ സഹായകരമായി തീർന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള അതിനെയൊക്കെ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ കണ്ട് അതിൻ്റെ ഒരു സാങ്കത്യം വിലയിരുത്തുക എന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയാവതരണത്തിന്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഏറ്റവും വളരെ ഉചിതമായ ഒരു വ്യക്തിയാണ് നമുക്കിന്ന് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നതിന് ലഭിച്ചിട്ടുള്ളത്. ഗീത ടീച്ചറിനെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കൗൺസിലിംഗ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ചെങ്ങന്നൂർ സെന്ററിന്റെ സൺഡേ സ്കൂൾ പ്രവർത്തനത്തിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ കൗൺസിലിംഗ് പഠിക്കാനായിട്ട് പോകുമ്പോൾ എന്നെ ആശീർവദിച്ചു വിട്ട കൂട്ടത്തിൽ ഒരാളാണ് ഗീത ടീച്ചർ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹബന്ധം, ടീച്ചറിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ എല്ലാ രംഗങ്ങളിലും കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ ദീർഘവർഷങ്ങൾ ടീച്ചറായിട്ട് പ്രവർത്തിച്ച് അവസാനം SE സ്കൂളിൽ നിന്ന് ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ സഭയുടെ വിവിധ തലങ്ങളിൽ, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂള്, ഭദ്രാസന കൗൺസില്, അങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ ടീച്ചർ പ്രവർത്തിച്ച് തൻ്റെ വ്യക്തിത്വത്തിന്റെ ആ ഒരു മികവും ആ വ്യക്തിത്വത്തിലൂടെ തൻ്റെ സംഭാവനയും ഒക്കെ നൽകുന്നതിന് ടീച്ചറിന് സാധിച്ചു. ഒത്തിരി അനുഭവങ്ങൾ ടീച്ചറിനെ പറ്റി ഓർക്കുമ്പോൾ പറയാനുണ്ട്. എന്നാൽ അത് പറയുന്നതിനേക്കാൾ ടീച്ചറിൽ നിന്ന് കേൾക്കുന്നതാണ് ഈ ഒരു സന്ധ്യയിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ടീച്ചറിനെ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയും ടീച്ചറിൽ നിന്ന് ശ്രവിക്കുന്നതിനായിട്ട് താല്പര്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ വിധത്തിൽ ടീച്ചറെ വിഷയം അവതരിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ ഡെന്നി ഫിലിപ്പച്ചൻ, ലൈറ്റ് ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിൽ ഏറെ ഉത്സാഹത്തോടെ ഊർജത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. പ്രാരംഭമായി ഡെന്നി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരേ കാലയളവിൽ ഒരു സെന്റർ പ്രസിഡന്റായും ഞാൻ സെന്റർ സെക്രട്ടറി ആയിട്ടും സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഒത്തുചേർന്ന ആ നല്ല കാലഘട്ടത്തെ ഒരിക്കൽ കൂടെ സ്മരിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്കറിയാം, ഈ സ്റ്റഡി ഫോറത്തിൽ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും താല്പര്യമുള്ള ഒരു പറ്റം ആൾക്കാരുടെ സംഘടനയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. ഒരു ഗ്രീക്ക്
ഇതിഹാസ കാവ്യമാണ് ഒഡീസി. ഇറ്റ് ഈസ് ആൻ എപ്പിക് പോയം attributed to Homer. ഇത്താക്ക എന്ന രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു ഒഡീസിയൂസ്. ഈ ഒഡീസിയൂസ് 10 വർഷം നീണ്ട ഒരു ട്രോജൻ യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ തൻ്റെ പ്രിയ മകനെ ഈ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുകയാണ്. തൻ്റെ ഏക മകനാണ്, പ്രായം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒഡീസിയൂസ് ചെയ്തത് ഏറെ അനുഭവ പരിചയമുള്ള, കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന തൻ്റെ ചെറുപ്പക്കാരനായ മകന് പിന്തുണ നൽകാൻ കഴിയുന്ന, നല്ല ജീവിത പാഠങ്ങൾ അനുഭവമാക്കിയ ഒരാളെയാണ് ഒഡീസിയൂസ് തൻ്റെ മകനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒഡീസി എന്ന കാവ്യത്തിലെ ഒരു പ്രധാന റോളാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിക്ക് ആ കാവ്യത്തിലുള്ള പേരാണ് മെന്റർ. യഥാർത്ഥത്തിൽ ആ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മെന്റർ എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് നാം ചിന്തിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിഷയം റെലവൻസ് ഓഫ് മെന്ററിംഗ് ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അത് നമുക്ക് ഇന്നിൻ്റെ സാഹചര്യങ്ങളുമായി ഒന്ന് തട്ടിച്ചു നോക്കിക്കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുടെ പേരാണ് അനൂപ് മാഷ്. ഒരു അനുഗ്രഹീത കലാകാരൻ, മികച്ച ഗായകൻ, എല്ലാ കുഞ്ഞുങ്ങളുടെയും ആരാധ്യനായ ഒരു അധ്യാപകൻ, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ. മാതാപിതാക്കൾ 2 പേരും തൃശൂർ വിവേകോദയം ഹൈസ്കൂളിലെ അധ്യാപകരാണ്. പിതാവ് മരിച്ചുപോയി. തൻ്റെ സഹധർമ്മിണി എന്ന് പറയുന്നതും ഒരു ആയുർവേദ ഡോക്ടറാണ്. എന്നാൽ കഴിഞ്ഞ 1 മാസത്തിനിടയിലുണ്ടായ എവിടെയൊക്കെയോ വന്ന പാളിച്ചകൾ, തൻ്റെ മനസ്സിന് നേരിട്ട സംഘർഷങ്ങൾ ആരോടും പറയുവാനില്ലാതെ, താങ്ങുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിച്ച ഒരു ചിത്രം നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്. ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അനൂപ് മാഷ്. എവിടെയാണ് തെറ്റുപറ്റിയത്? അതിനെപ്പറ്റി ഒരു വിദഗ്ധൻ ആയ ഒരാളുടെ അഭിപ്രായം തൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനാക്രമം തെറ്റിപ്പോയി എന്നാണ്. രണ്ടാമത്, എൻ്റെ കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ അധ്യാപന പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ചിറകു വിരിച്ച് പുതിയ പന്ഥാവ് തേടി, പുതിയ പ്രൊഫഷനുകൾ തേടിപ്പോയ ചില കുഞ്ഞുങ്ങൾ ഭാവിയിൽ കൂപ്പുകുത്തുന്ന, ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ചില ചിത്രങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അവരുടെ അഭിരുചിക്ക് അനുസരിക്കാതെ മാതാപിതാക്കളുടെ താല്പര്യവും അവരുടെ സാമ്പത്തിക സ്ഥിതിയും പരിഗണിച്ച് അവർ കുഞ്ഞുങ്ങളെ ചില പ്രൊഫഷണൽ കോഴ്സുകളിൽ വിടുന്നു. അത് അമ്പെ പരാജയപ്പെടുന്ന ചില ചിത്രങ്ങളും നമ്മുടെ ഒക്കെ മുന്നിലുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ ഈ പറഞ്ഞ ഭാവി അടഞ്ഞുപോയ ചിലർ തങ്ങളുടെ മാർഗം തിരിച്ചറിഞ്ഞ് വിജയിച്ച ചരിത്രവും എൻ്റെ മുന്നിലുണ്ട്. മൂന്നാമത്, നശിച്ചു പോകുന്ന ചില സാൻമാർഗിക മൂല്യങ്ങൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കാണപ്പെടുവാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അതിൻ്റെ മുഖ്യ കാരണം ന്യൂക്ലിയർ ഫാമിലിയാണിന്ന്. ഇന്ന്
ആർക്കും ആരോടും സംസാരിക്കുവാൻ നേരമില്ല. ന്യൂക്ലിയർ ഫാമിലിയിൽ അവരവർ തന്നെയായിട്ട് ഒതുങ്ങുന്ന ചില പ്രകൃതങ്ങൾ, തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ വയ്യാത്ത അവസ്ഥ, ഏതൊരു കാര്യത്തിനാണ് യെസ് പറയേണ്ടത്, ഏതൊരു കാര്യത്തിനാണ് നോ പറയേണ്ടത്, എവിടെ വരെ ഒരാളെ തൻ്റെ അടുക്കൽ നിർത്താം, ബാഡ് ടച്ച് ഏതാണ്, ഗുഡ് ടച്ച് ഏതാണ്, ഇത് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സമൂഹത്തിലാണ്, ഒരു തലമുറയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് ഇന്ന് സ്റ്റഡി ഫോറം നിശ്ചയിച്ച റെലവൻസ് ഓഫ് മെന്ററിംഗ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓർത്തഡോക്സ് സഭ പുറത്തിറക്കിയ പെൺമ എന്നൊരു പുസ്തകം വായിക്കാനിടയായിട്ടുണ്ട്. അതിൽ ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട 2 ദൈവശാസ്ത്രങ്ങൾ, ഒരു കുഞ്ഞ് തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ലഭിക്കേണ്ട ഒരു തിയോളജി ഉണ്ട്, തിയോളജി ഓഫ് വൂം. Then the next is theology of the lap. മടിത്തട്ടിൽ കിട്ടേണ്ട ജ്ഞാനമുണ്ട്, ഗർഭപാത്രത്തിൽ കിട്ടേണ്ട ജ്ഞാനമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്. അത് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു യുവതലമുറയുടെ മുന്നിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വ വികസനത്തിൽ മെന്ററിങ്ങിനുള്ള പ്രസക്തി ഏറെ ആണ്. ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞില്ല എങ്കിൽ അത് ഏറ്റവും തെറ്റാണ് എന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്ക് ഇന്ന് ഈ സ്റ്റഡി ഫോറത്തിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ജീസസ് ഈസ് അവർ മോഡൽ മെന്റർ. അതിൽ കവിഞ്ഞ ഒരു മെന്റർ നമുക്കില്ല. മെന്റർ ആകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മെന്റർ ആയിരിക്കുന്ന ഒരാൾ, വി ഹാവ് ടു ബി മെന്റേർഡ് ബൈ ജീസസ്. യേശുവിനാൽ മെന്റർ ചെയ്യപ്പെട്ടവരായിരിക്കണം മെന്റേഴ്സായി വരേണ്ടത്. ഇതിനൊരു റിലേഷണൽ അപ്രോച്ച് ഉണ്ട്. നമുക്ക് വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ശിഷ്യരോടൊപ്പമുള്ള യേശുവിൻ്റെ യാത്ര, ഏകാഗ്രമായി തങ്ങളുടെ ശിഷ്യന്മാരെ ശ്രദ്ധിക്കുന്ന ഒരു യേശു, വേദനകൾ കേൾക്കുന്ന, സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു സൈലന്റ് ലിസണർ, പരാജയപ്പെടുമ്പോൾ കല്ലെറിയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താത്ത, വിമർശിക്കാത്ത ഒരു യേശു തമ്പുരാൻ, മറ്റുള്ളവരുടെ ബലഹീനതകളെയും ശക്തിയെയും തിരിച്ചറിഞ്ഞുള്ള യേശുവിൻ്റെ ചില യാത്രകൾ, അതിനൊക്കെ ഉപരി പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാൻ കൂടെയുണ്ട് എന്ന ഉറപ്പ് തരുന്ന, വാഗ്ദാനം ചെയ്യുന്ന ഒരുവൻ. പ്രലോഭനങ്ങളിൽ, നമുക്കറിയാം ഈ നശ്വരമായ ഈ ലോകത്തിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന ചില പഠിപ്പിക്കലുകൾ. ഇതിനപ്പുറം വേറെ എന്തുണ്ട് നമുക്ക് ജീസസ് ദ മോഡൽ മെന്ററിന്? തൻ്റെ പഠിപ്പിക്കലുകളെല്ലാം ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കാട്ടെ. ഉപമകളിലൂടെ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലൂടെ, ചോദ്യങ്ങളിലൂടെ, റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്കൊരു മോഡൽ മെന്ററായി യേശുതമ്പുരാൻ ഉണ്ട്. ഒരു നല്ല ഇടയനായി, നല്ല വഴികാട്ടിയായി ജീസസ് ദ മോഡൽ മെന്റർ. ഇത് മാത്രമാണ് ഈ മെന്ററിങ്ങിന്റെ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവായി ഞാൻ കരുതുന്നത്. ഈ മെന്ററിങ് എന്നത് ആരംഭിക്കേണ്ടത്, ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ, അത് വീടിന്റെ, കുടുംബത്തിന്റെ അകത്തളങ്ങളിലാണ്. 1 മുതൽ 4 വയസ്സുവരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലാണ്. സോ പേരൻസ് ഷുഡ് ബി ദ ഫസ്റ്റ് മെന്റേഴ്സ്. ഏത് നല്ല മൂല്യങ്ങളും പകർത്തുവാൻ കഴിയുന്ന ആദ്യത്തെ പാഠശാല, അതിന് പറ്റിയ മെന്റേഴ്സ് മറ്റാരുമല്ല, പേരൻസ് ആണ്.
ഞാൻ പ്രാഥമികമായി സൂചിപ്പിച്ചുവല്ലോ, ഇന്ന് അവരുടെ തിരക്ക് കാരണം ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ ഈ മെന്റർഷിപ്പിൽ എവിടൊക്കെയോ ചില പാളിച്ചകൾ സംഭവിക്കുന്നു നമുക്കറിയാം. 4 years ആവുമ്പോഴാണ് നമ്മുടെ അക്കാഡമിക്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെന്ററിങ്ങിന്റെ പ്രാധാന്യം കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് 4 മുതൽ 20 വരെ ഉള്ള വയസ്സിൽ. 4 മുതൽ 24 വയസ്സ് വരെയാണ് മെന്ററിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും അത് ലൈഫ് ലോങ് ആണ്, അതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ പുറകിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. വ്യക്തമായിട്ട് ആ ശാസ്ത്രം എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എൻ്റെ അറിവ് അങ്ങനെ തന്നെയാണ്. എന്നാൽ ലാസ്റ്റ്, അതായത് 1 മുതൽ 20 വരെയുള്ള, അതായത് ജനിക്കുമ്പോൾ മുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ട്. എന്നാൽ അത് 21 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ഭാഗത്തായി നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നാണ് ഇതിന് പറയുന്നത്, നെറ്റി ഭാഗം. യഥാർത്ഥത്തിൽ ഈ 1 to 20 ഏജിൽ അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 100% ഇമോഷണലാണ്, വൈകാരികമായ ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളിലും ചില പ്രോബ്ലം സോൾവിങ്ങിനോ ചില ഡിസിഷൻ മേക്കിങ്ങിലോ ഒന്നും യഥാർത്ഥത്തിൽ എല്ലാ കുട്ടികളും എത്തപ്പെടാറില്ല. ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് 21 to 25 ആകുമ്പോൾ ഈ ഭാഗം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് എക്സിക്യൂട്ടീവ് ബ്രെയിൻ ഉണ്ടാകുന്നതും ആ സമയത്താണ് ക്രിറ്റിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ ഉണ്ടാകുന്ന നല്ല സമയങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാലയളവിൽ ഈ ഞാൻ പറഞ്ഞ മെന്ററിങ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ടീച്ചിങ് ഓർ കോച്ചിങ് ഓർ അഡ്വൈസിങ് ഓർ കൗൺസിലിംഗ്. ഇതെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ടതാണ്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതെന്തല്ല, മെന്ററിങ് അല്ല, കോച്ചിങ് അല്ല, ടീച്ചിങ് അല്ല, കൗൺസിലിംഗ് അല്ല, അഡ്വൈസിങ് അല്ല. മറിച്ച് നമുക്കറിയാം, കോച്ചിങ്ങും കോച്ചാണത്. ഹിയർ ഇറ്റ് ഈസ് ദ മെന്റർ. സോ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോച്ചിങ് ആൻഡ് മെന്ററിങ് ഓർ ടീച്ചിങ് ആൻഡ് മെന്ററിങ്, കോച്ചിങ് എന്ന് പറയുന്നതും ടീച്ചിങ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് സൂപ്പർവൈസ്ഡ് ബൈ എ സുപ്പീരിയർ പേഴ്സൺ ടു ഇംപ്രൂവ് ഹിസ് കോമ്പീറ്റൻസി. അവന്റെ കമ്പീറ്റൻസി വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ടാസ്ക് ആണ് ടീച്ചിങ്. എന്നാൽ മെന്ററിങ് ഈസ് ടു ഗെറ്റ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ഫ്രം എ റിലയബിൾ പേഴ്സൺ. ദാറ്റ് ഈസ് മെന്ററിങ്. അതുപോലെ തന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്, ബട്ട് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്, ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഡിഗ്രി കാലയളവ്, ഇപ്പൊ നമുക്ക് 4 years ആയി, ഡിഗ്രി ഓണേഴ്സായി. ഞാൻ പഠിച്ച കാലഘട്ടത്തിലും ഇതിൽ പലരും പഠിച്ച 3 years ഡിഗ്രിയിൽ ആ 3 years ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അതൊരു ഷോർട്ട് ടേം ആണ്. ബട്ട് മെന്ററിങ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇസ് ഇറ്റ് എ ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് ടീച്ചിങ് ഈസ് ഫോമൽ എഡ്യൂക്കേഷൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മെന്ററിങ് ഈസ് പ്യുവർലി ഇൻഫോർമൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനിത് സൂചിപ്പിച്ചപ്പോൾ എത്രയോ പേര്, അത് ടീച്ചറാകാം, സുഹൃത്താകാം, ഒരു നല്ല അയൽക്കാരനാകാം, ഒക്കെ നമുക്ക് മെന്ററായി പ്രവർത്തിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മളുടെ ഒക്കെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഞാനൊരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്, ഒരു സിസ്റ്റർ ജൂലി. എൻ്റെ സങ്കടം പറയാൻ, എൻ്റെ സന്തോഷം പറയാൻ, അത് തീരെ നിസ്സാരങ്ങളായ കാര്യങ്ങളാണെങ്കിൽ പോലും സിസ്റ്ററിനോട് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു ആശ്വാസമാണ്. എന്നെ ആദ്യമായിട്ട് ബൈബിൾ റീഡിങ്ങിന് കയറ്റിയ അച്ഛനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. നമുക്ക് അന്ന് ലഭിച്ചൊരു അംഗീകാരം, ഒരു അപ്രീസിയേഷൻ, ഒരു കഥാകഥനം പറഞ്ഞപ്പോഴത്തെ സന്തോഷങ്ങൾ. പ്രിയപ്പെട്ട എം.ഒ. കോശി സാറാണ് എന്നെ ആദ്യമായി ഒരു കഥാകഥനത്തിന് പറഞ്ഞു വിട്ടത്. ഈസ് റിയലി എ മെന്റർ. നമ്മുടെ ശക്തികളെയും നമ്മുടെ ബലഹീനതകളെയും തിരിച്ചറിയുന്ന വ്യക്തി ടീച്ചറല്ല, കോച്ചല്ല, ഇറ്റ് ഈസ് റിയലി എ മെന്റർ. അമേരിക്കയിൽ ഒരു പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വൈലിൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ചിത്രകലയുടെ
തീം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഇൻ ഓഷൻ, സമുദ്രത്തിലെ ജൈവ വൈവിധ്യമാണ് ഇദ്ദേഹത്തിന്റെ ചിത്രകലയുടെ വിഷയം. എന്നാൽ മെന്ററിംഗ് പേഴ്സ്പെക്റ്റീവിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ അടുത്തിടെ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. റിയലി ഞാൻ ആ പുസ്തകം വായിച്ചില്ല, ആ വായിച്ചതിന്റെ ഒരു ഭാഗം അതിനകത്തുണ്ട്. തോമസ് എബ്രഹാം എന്ന് പറയുന്ന സാറിന്റെ ചേർന്ന് നടക്കാം കൈത്താങ്ങാകാം എന്നൊരു പുസ്തകമുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല. എന്നാൽ അതിനകത്ത് മെന്ററിംഗ് പേഴ്സ്പെക്റ്റീവിൽ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആങ്കേഴ്സ് ആണ്, നങ്കൂരങ്ങളാണ്. അത് നമ്മളെ ചിലയിടത്തൊക്കെ ബ്രേക്ക് ഇട്ട് നിർത്തും, പരിമിതപ്പെടുത്തും, നമ്മുടെ സ്വപ്നങ്ങളെ പരിമിതപ്പെടുത്തും, നമ്മുടെ ഭാവനകളെ പരിമിതപ്പെടുത്തും. എന്നാൽ മറ്റൊരു കൂട്ടർ മോട്ടോറാണ്, അത് ചലനാത്മകമാണ്, അത് സ്വപ്നം കാണാൻ സഹായിച്ചവനെ മുന്നോട്ട് നയിക്കുന്ന മോട്ടോറാണ്, അവന്റെ കൂടെയാണ് നടക്കുന്നത്. ചലനാത്മകമാക്കാൻ കഴിയുന്ന മോട്ടോറുകൾ നമ്മളെ തന്നെ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ സമയം വിനിയോഗിക്കുക. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ മോട്ടോറാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കും എന്ന ഒരു ഉറപ്പും ഒരു ചിന്തയും ഈ സമയത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മെന്ററിങ്ങിന് പ്രധാനമായും എൻ്റെ പരിമിതമായ അറിവാണ് 4, എൻ്റെ മനസ്സിലെ ചിന്താഗതിയിൽ 4 പ്രധാന ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട പടികളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് നമ്മളുടെ മെന്ററിന് വിധേയമാകുന്ന ആളിന് മെന്റി എന്ന് പറയാറുണ്ട്. ഈ മെന്റിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ കൂടെ നടന്ന് അവന്റെ കറന്റ് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് കറന്റ് സിറ്റുവേഷൻസ്. എ മെന്റർ encourages mentee to examine the current situation, the current status of that child, to examine the current situation, strength and challenges. ഒരു സ്വയ അവബോധം അവനിൽ സൃഷ്ടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനിഷ്യേറ്റ്സ് എക്സ്പ്ലോറേഷൻ, ദാറ്റ് ഈസ് കറന്റ് റിയാലിറ്റി ടു റിഫ്ലക്ഷൻ. കറന്റ് റിയാലിറ്റി to reflection, that is exploration. The second step is that reflection to informed decision. അതിന് നമുക്ക് ഒറ്റ വാക്ക് പറയാം, ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. The mentor helps the mentee to gain knowledge, to gain insights. നോളജിനേക്കാൾ ഏറെ പ്രധാനമായ ചില ഉൾക്കാഴ്ചകൾ, ചില സ്കില്ലുകൾ, അറിവ്, ഉൾക്കാഴ്ച. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഷെയറിങ് അവർ എക്സ്പീരിയൻസസ് ആൻഡ് ഷെയറിങ് അവർ റിസോഴ്സസ്. നമുക്കുള്ള അനുഭവത്തെയും റിസോഴ്സിനെയും ഷെയർ ചെയ്യുന്നതിലൂടെ, അവരുടെ സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്യുന്നതിലൂടെ. ഞാനതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു വലിയ ഒരു ഉൾക്കാഴ്ച അവന് ലഭിക്കേണ്ട സ്ഥാനത്ത് ഹിയർ ഈസ് ദ സ്ട്രാറ്റജി ദാറ്റ് വർക്ക് ഫോർ മീ ഇൻ ദ സിമിലർ സിറ്റുവേഷൻ. ഞാൻ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കടന്നുപോയത്, അത് അവനിൽ ഒരു ഉൾക്കാഴ്ച ലഭിക്കുവാൻ കാരണമാകും. നമ്മൾ ആ കറന്റ് സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ലഭിച്ച അറിവിനെ ഉൾക്കാഴ്ചയാക്കിയത് എങ്ങനെ എന്ന് ആ മെന്റിക്കൊരു ഉണർവ് കൊടുക്കുന്നതാണ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. The third step is that informed decision to actions. അത് പ്രവൃത്തി പഥത്തിലേക്കാക്കുക. The mentor supports mentee in developing clear plans. ചില പ്രത്യേക പ്ലാനുകൾ, പദ്ധതികൾ, ഗോൾസ്. അവന്റെ എന്താണോ അവൻ പഠിച്ചത് ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കുക. ആ ഇൻഫോംഡ് ഡിസിഷൻസിനെ ആക്ഷൻസ് ആയിട്ട് രൂപാന്തരപ്പെടുത്തുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച അനൂപ് മാഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചില അപജയങ്ങൾ, ഒത്തിരിയും വിജയകഥകൾ ഒത്തിരിയും കുട്ടികളുടെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ
പരാജയപ്പെട്ടു പോയവർക്ക് അവരുടെ ജീവിതത്തിന്റെ മുൻഗണനാ ക്രമം മനസ്സിലാക്കാതിരിക്കുക. ഒരു 3 കാര്യങ്ങൾ അല്ലെ 4 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രായമായിട്ട് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കുടുംബത്തിന്റെ പ്രയോറിറ്റി അല്ല പാട്ട് ഗ്രൂപ്പിന് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി, ആ പ്രയോറിറ്റൈസേഷൻ അവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. സെറ്റിംഗ് പ്രയോറിറ്റീസ്, അതൊക്കെ ഈ ഭാഗത്ത് 3rd സ്റ്റെപ്പിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ടൈം മാനേജ്മെന്റ്. ഓരോ കാര്യത്തിനും വേണ്ട ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം, നമ്മൾ പോലും ഏറെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഏതിൻ്റെയൊക്കെ ആ ടൈം ലൈൻസ് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു മെന്റർക്ക് കഴിയും. 4മത്തേത് സപ്പോർട്ട്സ് ഇംപ്ലിമെന്റേഷൻ. ഈ ആക്ഷൻസിനെ അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന 4മത്തെ സ്റ്റെപ്പ്. ഞാനിപ്പോൾ പറഞ്ഞ 4 കാര്യങ്ങൾ, ഒന്ന് ചുരുക്കത്തിലും വളരെ ചെറിയ വാക്കുകളിലും പറഞ്ഞാൽ, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ദ പ്രസന്റിലെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുക. 2 ഗെയിൻ ന്യൂ ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ ലഭിക്കുക. 3 ഗൈഡ്സ് പ്ലാനിങ്, ക്രിയേറ്റ്സ് എ പ്രാക്ടിക്കൽ പ്ലാൻ. 4മത്തത് പുട്ട് പ്ലാൻസ് ഇൻ ടു ആക്ഷൻസ്. ഇപ്പോൾ ഞങ്ങളുടെ ഡയോസിസിൽ, ഡെന്നിയച്ചനൊക്കെ അവിടെ ഇരുന്നതാണ്, ചെങ്ങന്നൂർ മാവേലിക്കര ഡയോസിസിൽ ഇപ്പോൾ ഒരു മെന്ററിങ് മിനിസ്ട്രി ആരംഭിക്കാനുള്ള ഒരു പ്രാഥമിക ചിന്തകളും അതിൻ്റെ ആദ്യഘട്ട ട്രെയിനിങ്ങും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കുറേ അധികം പേർ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. റിട്ടയർഡ് ഹാൻഡ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, നല്ല പൊതുപ്രവർത്തകരുണ്ട്, ഒക്കെ അതിനകത്ത് പങ്കാളികളാനായി. എത്രമാത്രം അത് വിജയപഥത്തിലെത്തും എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആ ഡയസിഷൻ മിനിസ്ട്രിയുടെ ആ ലോഗോയിൽ 3 കാര്യങ്ങൾ, അവിടെ വളരെ എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ അതെന്നെ വല്ലാതെ ആകർഷിച്ചു. മെന്ററിങ് പറയുമ്പോൾ ആ 3 വാക്കുകൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ അക്കമ്പനി, ഒന്നാമത്തെയാണ് അക്കമ്പനി, ഇൻസ്പയർ ആൻഡ് എക്വിപ്പ്. വാസ്തവത്തിൽ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം അതിനകത്തുണ്ട്. അക്കമ്പനി ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക, അവരെ എക്വിപ്പ് ചെയ്യുക. അക്കമ്പനി ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമായ കാര്യങ്ങളൊന്നുമല്ല. അവരെ കേൾക്കാൻ ഒരു മനസ്സ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ നിക്കോൾസണിലാണ് പ്രവർത്തിക്കുന്നത്. സിംഗിൾ പേരന്റഡായ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇപ്പോഴായി സ്കൂളിലുണ്ട്. മണിപ്പൂരിലെ 29 കുഞ്ഞുങ്ങളുമുണ്ട്. അവരുടെയൊക്കെ ചില സന്തോഷവും സങ്കടവും ഒക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു നിന്നാൽ മതി, അവരുടെ മുഖത്ത് പുഞ്ചിരിയായി സന്തോഷമായി. അക്കമ്പനി ചെയ്യുമ്പോൾ അവരെ നന്നായി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. തന്നെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ അക്കമ്പനി എന്നുള്ളതിൻ്റെ എൻ്റെ മനസ്സിലെ ഒരു ആശയമാണ് നിങ്ങളോട് പറയുന്നത്. അപ്രീസിയേഷൻ, ചെറിയ കാര്യത്തിന് പോലും അവരെ അപ്രീസിയേഷൻ ചെയ്യാൻ. ചില തെറ്റുകൾ അവരുടെ ഭാഗത്തൊക്കെ ഉണ്ട്. എന്തും പ്രശ്നങ്ങളാണ് ഓരോ സ്കൂളുകളിൽ. എന്നാൽ ആ പ്രശ്നങ്ങളിൽ അവരെ കണക്കിനപ്പുറം വിമർശിക്കാതെ അവരെ കൂടെ നിർത്തി അത് മനസ്സിലാക്കാനുള്ള ഒരു വലിയ ബാധ്യത നമ്മുടെ തലമുറയ്ക്കുണ്ട് എന്ന് അതുപോലെ നല്ല ബുക്സ് വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിലൂടെ. കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിൽ ഒരു ക്ലിപ്പിംഗ് കണ്ടത്, കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് ഫ്രാൻസിസ് എബ്രഹാം. അങ്ങനെ ഞാൻ ഒറ്റ നോട്ടത്തിൽ ഒന്ന് വായിച്ചതേ ഉള്ളൂ, ഒരു ക്ലിപ്പിംഗ് കണ്ടതേ ഉള്ളൂ, ഞാൻ പുസ്തകം വായിച്ചില്ല. എന്നാൽ അതൊരു മക്കളെ ഉപേക്ഷിച്ചു പോയ ഒരപ്പൻ അമ്മയുടെ മെന്ററിങ്ങിലൂടെ, അമ്മ ചേർത്ത് നിർത്തിയതിലൂടെ ഒരു വലിയ നേട്ടം കൈവരിച്ച ഒരാളുടെ കഥയായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. നല്ല ബുക്സ് വായിപ്പിക്കുക. ഇത്തരം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. നല്ല ബുക്സ് വായിപ്പിക്കുന്നതിലൂടെ, അവരെ എൻകറേജ് ചെയ്തതിലൂടെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ആണ് ഇന്ന് ആർക്കും ഇല്ലാത്തത്. സെൽഫ് എസ്റ്റീമും ഇല്ല, സെൽഫ് കോൺഫിഡൻസ്. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മികച്ച മെന്റർക്ക് തീർച്ചയായും ഇത്തരത്തിൽ അവരെ അക്കമ്പനി ചെയ്യാൻ കഴിയും. അതിലൊക്കെ ഉപരി തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ പ്രാർത്ഥിക്കുന്നതിലൂടെ, അവരെ കൂടെ നിർത്താൻ
നമ്മുടെ സ്വയം നമ്മൾ തന്നെ ഒരു ജീവിത മാതൃകയാക്കി. രണ്ടാമത്തേതാണ് ഇൻസ്പയർ. നമ്മുടെ ജീവിതം അവർക്കൊരു മാതൃകയാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സമൂഹം അംഗീകരിക്കുന്ന ചില റോൾ മോഡൽസിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഈ മെന്റികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മളൊന്നും അത്രത്തോളം വളർന്നവരാ, ഞാനല്ല തീർച്ചയായിട്ടും. അപ്പം നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നല്ല റോൾ മോഡൽസിനെ പരിചയപ്പെടുത്തുക, അതിലൂടെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നതിലൂടെ. മൂന്നാമത് അവരെ എക്വിപ്പ് ചെയ്യുക. ഏതാണോ അവരുടെ ആറ്റിറ്റ്യൂഡ് ഏതാണോ അതിലൂടെ അവർക്ക് ഓൾട്ടിറ്റ്യൂഡിലൂടെ കയറാനുള്ള ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ടാകുന്നില്ല. അക്കമ്പനി ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. ഇതൊക്കെ ആർക്കാകാം? നമുക്ക് ഓരോരുത്തർക്കും ആരുടെയെങ്കിലും, നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കൊച്ചുമക്കളുണ്ട്, നമ്മുടെ അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഒരു അധ്യാപകനാകണമെന്നൊന്നും ഇതിന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു മെന്ററായി പ്രവർത്തിക്കാൻ കഴിയാതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഞാൻ ഈയിടെ ഓർത്തു, ഒരു മെന്റർ ആകുന്നത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് നേട്ടങ്ങളുണ്ടോ? അതെന്നെ ഏറെ ചിന്തിപ്പിച്ചു. അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഒരു നല്ല ഒരു കാഴ്ച വെച്ച് നമ്മുടെ ഒരു മെന്ററിങ്ങിലൂടെ ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അത് എത്ര സന്തോഷമാണ്. ഈ അടുത്ത സമയത്ത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, കാർഡിയാക് സർജൻ, പ്രശസ്തനായ കാർഡിയാക് സർജൻ, പറയുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കിട്ടി. അത് ഇപ്രകാരമാണ്: എല്ലായ്പ്പോഴും നമ്മൾ പറയും ഹാർട്ടിന് രോഗങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ജീവിത ശൈലി വ്യത്യാസമാണ്. പ്രഷർ, ഷുഗർ, ഒബേസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്, ഇതെല്ലാം കാർഡിയാക് പ്രോബ്ലത്തിന് കാരണമാണെന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി ഒരല്പം സമയം ചെലവഴിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റാരുടെയെങ്കിലും ജീവിതത്തിന് പ്രയോജനപ്രദമായ ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരാളെ കരുതിയാൽ, ഒരാളെ സ്നേഹിച്ചാൽ, ഒരു ചെറിയ കാര്യം പങ്കുവെച്ചാൽ, ഒരു ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ ഒരു ക്ഷമയോടുകൂടി ഒന്ന് ഓണടിക്കാതെ കുറെ നേരം നിന്നാൽ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ 3 ടൈപ്പ് ഹോർമോൺസ് ഉണ്ടാകും. അത് ഹാപ്പി ഹോർമോൺസ് ആണ്. അത് ഓക്സിറ്റോസിൻ, നമ്മൾ പഠിച്ചിട്ടുള്ള ഡോപ്പമിൻ തുടങ്ങിയ ഹോർമോൺസ് ഉണ്ടാകും. ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ഇതിൽ പരം എന്ത് വേണം? ഒരു മെന്ററിനാകാനുള്ള, നമുക്ക് സന്തോഷകരമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുമ്പോൾ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വേറൊരു ഹോർമോണാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ ഹോർമോണാണ്. അത് നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ പലതിനെയും പരാജയപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഒരു മികച്ച മെന്ററാകാൻ ആരും മടിക്കേണ്ടതില്ല. മഹാകവി അക്കിത്തത്തിന്റെ ഒരു കവിത ഇപ്രകാരമുണ്ട്: ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്നെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലാവുന്നു നിത്യനിർമ്മല പൗർണമി. നമ്മുടെ കണ്ണീരുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ഒരു മുറിവോ വേദനയോ ഒന്ന് കഴുകിയാൽ അത് ആശ്വാസ തൈലമാകും. ഒരു പുഞ്ചിരി കൊടുത്താൽ അവനിൽ ഒരു പ്രതീക്ഷയുടെ വെട്ടമാകും. ഇതൊക്കെ അധ്യാപകരായിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. ഇത് ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞ, അധ്യാപകരാകണമെന്നില്ല. സൺഡേ സ്കൂൾ അധ്യാപകർ, അതുപോലെ നമ്മളുടെ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു പ്രീസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ സങ്കടത്തിൽ ഒരാൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ 1000 നക്ഷത്രങ്ങൾ വിരിക്കുമെന്നാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാകവി അക്കിത്തം പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല മെന്ററാകാൻ ഇതിനപ്പുറം മറ്റൊന്നുമില്ല. ആൽബർട്ട് കമ്യൂ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഓരോ മെന്റിയും ഓരോ മെന്ററോട്, അതായത് ഓരോ വിദ്യാർത്ഥി ഒരു അധ്യാപകനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്: നിങ്ങൾ എൻ്റെ മുന്നേ നടക്കണ്ട, കാരണം നയിക്കപ്പെടാൻ എനിക്ക് ഇഷ്ടമില്ല. 2, എൻ്റെ പുറകെയും വരണ്ട. അതെന്താ? ഞാൻ നയിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്തു വേണം? എൻ്റെ കൂടെ വരൂ, എൻ്റെ സുഹൃത്തായിരിക്കും. ഇതാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അധ്യാപകരോട് പറയുന്നത്. ഓരോ മെന്ററോട് പറയുന്നു: ഞാൻ മുന്നേ നടക്കണ്ട, നിങ്ങൾ
മെന്ററോട് പറയുന്നത്, താങ്കൾ മുന്നേ നടക്കണ്ട, എൻ്റെ പുറകെ നടക്കണ്ട, എന്നോടൊപ്പം നടക്കാനായിട്ട് കഴിയണം. ഒരു നല്ല മെന്ററാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. എൻ്റെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ആ സാറിൻ്റെ യന്ത്രം എന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ തന്നെ ഏറെ സ്വാധീനിച്ച ആ സ്കൂളിലെ ഒരു അധ്യാപകൻ ശ്രീ PK ഇടുക്കള സാറിനെ പറ്റി എഴുതിയിരിക്കുന്ന ഭാഗം ഏറെ ഹൃദയസ്പർശിയാണ്. ഞാൻ മലയാളത്തിൽ ഒരു കവിത എഴുതാൻ, മലയാളത്തിൽ ഒരു ചെറിയ കുറിപ്പെഴുതാൻ എന്നെ പഠിപ്പിച്ചത്, എന്നെ പ്രോത്സാഹിപ്പിച്ചത് പ്രിയ ഇടുക്കള സാറാണ്. അങ്ങനെ എത്ര പേരുടെ, ഹെലൻ കെല്ലർ, നാനി സുല്ലിവൻ കഴിഞ്ഞൊരു മെന്റർ ഇല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ശിവ സുബ്രഹ്മണ്യൻ അയ്യർ എന്ന പറയുന്ന ഒരു മെന്ററിൽ കവിഞ്ഞില്ല. അവരുടെയൊക്കെ ജീവിത വളർച്ചയിൽ ആരെങ്കിലുമൊക്കെ ചില മെന്റേഴ്സ്, പ്രിയപ്പെട്ട സുധാ മൂർത്തിയുടെയും ടാറ്റയിലെ ഫസ്റ്റ് വിമൺ എഞ്ചിനീയറായ ഡോക്ടർ നാരായണമൂർത്തിയുടെ വൈഫ് സുധാമൂർത്തിയുടെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ മെന്ററിങ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനു മുമ്പേ വായിച്ചിരിക്കണം. തീർച്ചയായിട്ടും ഒരു മെന്റർഷിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകര കാര്യമാണ്. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ അതേറെ ബാധിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പ്രതിസന്ധികളിൽ കൂടെ നടന്ന്, ഒപ്പം നടന്ന്, തീർച്ചയായിട്ടും അവരെ നേരിട്ടറിഞ്ഞ് അവരുടെ കൂടെ നടന്ന് അവരുടെ വളർച്ചയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രിയപ്പെട്ട ഷാജി ജോർജ് സാർ എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഒരേ കാലയളവിൽ B.Ed കോളേജിൽ പഠിച്ചിരുന്നവരാണ്. അദ്ദേഹം ചെയർമാനും ഞാൻ വൈസ് ചെയർമാനുമായിരുന്നു. അങ്ങനെ ഒരു നല്ല ബന്ധം. എനിക്കറിയാം സാറിൻ്റെ ജീവിത വഴികളിൽ ഇന്നും സാറിനെ തേടിയെത്തുന്ന പഴയ വിദ്യാർത്ഥികൾ പലരും അവരുടെ എല്ലാ പരിപാടികൾക്കും, അവരുടെ ഏത് സങ്കടത്തിനും സന്തോഷത്തിനും സാറ് ചെന്നിരിക്കണം. ഒത്തിരി ജീവിതാനുഭവങ്ങൾ, തീർച്ചയായും അഭിമാനകരമായ ചില നിമിഷങ്ങളാണ് അതൊക്കെ. ജീവിതത്തിൽ നല്ലൊരു മെന്റർഷിപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, അങ്ങനെ അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാൻ നമുക്കൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അതിനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം, ഒരു ക്ലാസ് എടുക്കുവാൻ തന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട വിൽസൺ സാറ് പല പ്രാവശ്യം എന്നെ വിളിക്കുകയും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയൊക്കെ ചെയ്തത് വിൽസൺ സാറാണ്. എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ജോർജ് തോമസ്, പ്രിയപ്പെട്ട ശോഭ, എൻ്റെ അമ്മ ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നു. അതിലുമൊക്കെ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഡെന്നി അച്ഛൻ്റെ നേതൃത്വവും ഏറെ പ്രയോജനപ്രദമായി. ഈ സ്റ്റഡി ഫോറത്തിന് ഒരിക്കൽ കൂടെ കൂടുതൽ പഠിച്ച് ദൈവകൃപയിൽ നമ്മുടെ പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ, നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു. ടീച്ചറിന്റെ ക്ലാസ് കേട്ടപ്പോ ഏതാണ്ട് ഒരു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെയായിരുന്നു. വളരെ നല്ലൊരു അനുഭവം. നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ വളർച്ചയിൽ കൂടെ ഇരിക്കാൻ ഒരാൾ ഉണ്ടാവുക, സഹയാത്രിത്വം അല്ലെ കമ്പനി, അത് വളരെ ലളിതമായ വാക്കാണ് എങ്കിലും പ്രയോഗത്തിൽ വരുത്തുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളിന്റെ അവരുടെ ജീവിതത്തിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. അതിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമെങ്കിൽ മാത്രമേ ആളോട് കൂടെ നടക്കാൻ പറ്റൂ. ഒപ്പം നടക്കുന്നതിനെ പറ്റി ടീച്ചർ പറഞ്ഞല്ലോ. ഓരോരുത്തരും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ഉള്ള ഒരു പരിമിതി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഫ്രെയിമിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന്, നമ്മളുടെ ശരികളിലേക്ക് മറ്റൊരാളെ കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് അവരെ എത്തിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളും ശരികളും ഫ്രെയിം ഓഫ് റെഫറൻസും ഉണ്ട്, താല്പര്യങ്ങളുണ്ട്, കഴിവുകളുണ്ട്. അതിനെ കണ്ടെത്തി അവരാഗ്രഹിക്കുന്ന അവർക്ക് ഏറ്റവും പ്രയോജനകരമായ അനുഭവങ്ങളിലേക്ക് വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഈ കൂടെ നടക്കുന്നതിന്. ടീച്ചർ പറഞ്ഞു മെന്ററിങ് എന്ന് പറയുന്നത് അധ്യാപനമല്ല, പഠിപ്പിക്കുകയല്ല, കൗൺസിലിംഗ് അല്ല. എന്നാൽ എല്ലാവർക്കും, അധ്യാപകർക്കും, അച്ഛന്മാർക്കും, കച്ചവടം നടത്തുന്നവർക്കും, ബിസിനസ്, മറ്റ് ഏതൊരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവർക്കും മെന്റർ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്.
നമ്മൾ ഇടപെടുന്ന എല്ലായിടത്തും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് ഒരാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ വരാൻ കാരണമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്, എൻ്റെ ഷോപ്പ് ഉടമസ്ഥനാണ് എന്നെ ഇവിടേക്ക് വിട്ടത്. എനിക്ക് ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അത് ഷെയർ ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞാൽ നിനക്ക് മുഴുവൻ ശരിയാകത്തില്ല, അതുകൊണ്ട് നീ കൗൺസിലിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് അയച്ചു. അപ്പൊ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഒരു ഷോപ്പിന്റെ ഉടമസ്ഥനായിരിക്കുമ്പോൾ അദ്ദേഹത്തിനും മെന്റർ ആകാനുള്ള, ഞാൻ പറഞ്ഞു, ഇതെല്ലാം പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ആവശ്യകത വളരെ കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞു. വിജയിക്കുമ്പോൾ നമ്മുടെ പള്ളികളുടെ പരിപാടി, സൺഡേ സ്കൂളിന്റെ പരിപാടി എല്ലാം വിജയിക്കുന്നവർക്ക് വേണ്ടിയുള്ളൂ. ഒരു പരീക്ഷ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എത്ര മീറ്റിങ്ങുകളാണ് A+ കിട്ടിയവർക്ക് വേണ്ടിയുള്ളത്. ഇവിടെ D+ കിട്ടിയ എത്രയോ പേരുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ ഒരു ശുശ്രൂഷ ഉണ്ടാകുക എന്ന് പറയുന്നതല്ലേ കൂടുതൽ പ്രധാനം. A+ കിട്ടുന്നവർക്ക് എല്ലാവരും അഭിനന്ദനം നൽകും. എന്നാൽ തോറ്റുപോയി എന്ന് എല്ലാവരും മുദ്ര കുത്തിയിരിക്കുന്നവർക്ക് അവരോടൊപ്പം യാത്ര ചെയ്യാൻ ആരുണ്ട്? അവരെ അവിടുന്ന് ഉയർത്താനായിട്ട് ആരുണ്ട്? അപ്പം തോറ്റു എന്ന് കരുതുന്നവർക്ക്, നമുക്കൊരു കുഴപ്പം കാണിച്ചു എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അൺകണ്ടീഷണലായിട്ട് നമ്മളെ കരുതുന്ന, നമ്മുടെ ഒരു വിലയെ ബോധ്യപ്പെടുത്തുന്ന ആളുകളുടെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഇത് വിളിക്കുന്ന ഉടനെ ഞാൻ ചോദിക്കുക, എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും. അപ്പൊ അവരുടെ പള്ളിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംഘർഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ട കാര്യമോ ഉണ്ടെങ്കിൽ പലപ്പോഴും എന്നെ വിളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്നും വിളിക്കത്തൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. എന്നാൽ അങ്ങനെ ഒരാൾ അവർക്കുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോൾ, ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കത് ഒത്തിരി അഭിമാനം തരുന്ന ഒരു കാര്യം, സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ചിലരെങ്കിലും നമ്മളെ ആ ഒരു വിധത്തിൽ, അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്, ഒരു മെന്ററിങ് എന്ന് പറയുന്നത് മെന്റിക്ക് കൊടുക്കുന്ന ഒരു അനുഭവം, അതോടൊപ്പം തന്നെ മെന്റർക്ക് നൽകുന്ന ഒരു ആത്മ അഭിമാനത്തിന്റെയും ഒരു വശമുണ്ട്. അതുകൊണ്ട് ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. യേശുക്രിസ്തു കൂടെ നടന്നവനാണ്. എന്നാൽ നമുക്ക് ഈ കൂടെ നടപ്പൊക്കെ നമ്മുടെ സംവിധാനത്തിൽ നിന്നെല്ലാം മാറിയിട്ട് ഹൈറാർക്കികളെ ഉള്ളൂ. ഈ ഹൈറാർക്കികൾക്ക് അപ്പുറത്തേക്കാണ് കൂടെ നടപ്പ് മാറേണ്ടത്. അങ്ങനെ കൂടെ നടക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ബാഹ്യമായ സാഹചര്യങ്ങളെ അതിലംഘിച്ചുകൊണ്ട് എല്ലാവരുടെയും, ധാരാളം പേരുടെ ഒപ്പം നടക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ അനൗൺസ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയിക്കുന്നു. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ 261 ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് ജൂലൈ 19 രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വെബിനാറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും അടുത്ത വെബിനാറിൽ പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അനൗൺസ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംശയങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് തുറന്ന് പറയാനുള്ള അവസരമാണ്. അത് ഓരോരുത്തരായിട്ട് ചെയ്തു നല്ലതായിരിക്കും. മാഡത്തിന്റെ ഈ പ്രസന്റേഷൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പേരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മെന്ററിങ്ങിനെ കുറിച്ച് ഒരു അപൂർവം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മാഡത്തിന്റെ ഇന്നത്തെ സെഷൻ ഞങ്ങൾക്കൊക്കെ ഒരു വഴികാട്ടിയായിരുന്നു. വലിയൊരു സഹായമായിരുന്നു. കേൾക്കാമോ? മാഡത്തിന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു. മാച്ചിന് നല്ല രീതിയിൽ തന്നെ നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അവതരണമായിരുന്നു. അതിനുശേഷം ടീച്ചറിന്റെ പ്രസന്റേഷൻ, ഇന്നത്തെ ഈ പ്രഭാഷണം വളരെ അധികം കാലോചിതമായിരുന്നു, അല്ലെങ്കിൽ വളരെ റിലവന്റ് ആയിരുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ ഒരുപാട് മെന്റേഴ്സിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. സാർ, മാഡം പറഞ്ഞ എമ്മോക്കോശി സാർ എൻ്റെ അയൽവക്കക്കാരനാണ്. ഡോക്ടർ എമ്മോക്കോശി അല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. ഓക്കെ. അതുപോലെ തോമസ് എബ്രഹാം സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എംജി യൂണിവേഴ്സിറ്റിയിലെ യൂത്ത് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളല്ലേ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. സാറിനെയും പരിചയം, സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്.
യൂത്ത് യൂണിവേഴ്സിറ്റി ഫോർ തേർഡ് ജനറേഷൻ എന്ന് പറയുന്ന പുതിയ അതിനകത്ത് മെമ്പറാണ് ഞാൻ. അപ്പം സാറൊക്കെയും പറഞ്ഞ കാര്യങ്ങൾ, മെമ്പർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പിന്നീട് ആൽബർട്ട് കാമു എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിന്റെ ആളാണ്. അത് തുടങ്ങിയ ആളാണ്. അദ്ദേഹം പറയുന്നത്, ഡോണ്ട് വാക്ക് ബിഹൈൻഡ് മീ, ഐ മേ നോട്ട് ലീഡ് യു. ഡോണ്ട് വാക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ മേ നോട്ട് ഫോളോ യു. വാക്ക് വിത്ത് മീ, ഐ വിൽ വാക്ക് വിത്ത് യു. അത് പെട്ടെന്ന് കോട്ട് ഞാൻ ഓർത്തു. തീർച്ചയായിട്ടും ഇതൊക്കെയും മെന്റർഷിപ്പിനെ വളരെയധികം ശക്തി കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കൂടെ നടക്കുക, അല്ലാതെ മുന്നെയോ പുറകെയോ നടക്കുന്നതല്ല, കൂടെ ചേർത്ത് പിടിച്ച് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മേഡം പറഞ്ഞ് 4 വയസ്സ് വരെ മാതാപിതാക്കളാണ് ചെയ്യേണ്ടത്. പിന്നീട് 4 വയസ്സ് കഴിയുമ്പോഴാണല്ലോ സ്കൂളിൽ വരുന്നത്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ കൂടുതൽ സമയം സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. അത് മാത്രമല്ല, കുട്ടികൾക്ക് ടീച്ചേഴ്സിനോടാണ് ബഹുമാനം. അവർ പറയുന്നതാണ് സ്കൂളിൽ ശ്രദ്ധിക്കുന്നത്. അവർ വീട്ടിൽ വന്നിട്ട് നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്താൽ പറയുന്നത്, ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ച് എന്ന് പറഞ്ഞാൽ അതാ ശരി എന്ന് പറയും. അതുകൊണ്ട് ടീച്ചർ നല്ല ബെൻഡറാകേണ്ടത് ആവശ്യമാണെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പലപ്പോഴും പല ടീച്ചേഴ്സും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം അതിനോട് വളരെയധികം എന്താ പറയുന്നത്, എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ചേർത്ത് നടത്താനായിട്ട് സാധിക്കണം. അതുപോലെ മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കാൻ സാധിക്കണം. കവിതയെ കുറിച്ച് പറഞ്ഞു. മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ, ലോകം മുഴുവനും സൗരമണ്ഡലം മുഴുവനും പ്രകാശിക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊക്കെയും വളരെയധികം ഈ മെന്റർഷിപ്പിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സെഷനെ കൊണ്ട് വളരെയധികം ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു ടീച്ചറെ. ആ ഭദ്രാസനമായിട്ട് മെന്ററിങ്ങിന്റെ പരിപാടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് അതിന്റെ ഒരു ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതിന്റെ ഒരു അല്പം ഡീറ്റെയിൽസ് കിട്ടിയാൽ നല്ലതാണ്. ഇപ്പോഴേ നമ്മുടെ ഡയോസിസിലെ ഇങ്ങനൊരു അറിയിപ്പായിട്ട് തിരുമേനിയുടെ തന്നെ ഒരു കൽപ്പനയായിട്ട് അതിന് മുമ്പായിട്ട് പ്രാഥമികമായിട്ടൊരു ചർച്ചയൊക്കെ നടത്തി. ഞങ്ങൾ റിട്ടയർഡ് ടീച്ചേഴ്സ്, പിന്നെ അച്ഛൻ അറിയായിരിക്കും നമ്മുടെ വെൺമണി ലവീൻ SPMന്റെ പ്രസിഡന്റ്, മിഷൻ സാറിനൊക്കെ അറിയാം. അപ്പൊ പുള്ളിയുടെ വന്നിട്ടാണ് നമ്മൾ ആദ്യം തിരുമേനി ഒന്ന് കണ്ടു. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു കൽപ്പന കൊടുത്തു തന്നെ മെന്ററിങ്ങിന് താല്പര്യമുള്ളവര് ഒന്ന് അതാത് ഇടവകളിൽ നിന്നൊരു 3-4 പേരെ വെച്ച് സെലക്ട് ചെയ്യിച്ചു. അച്ഛൻ്റെ ഡിസ്ക്രിപ്ഷൻ പവറുണ്ട്. പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് താല്പര്യപ്പെട്ടവർ 1-2 പേരെ ഉള്ളെങ്കിൽ അല്ലെ അച്ഛൻ തന്നെയോ അല്ലെ നമ്മൾ തന്നെ പറയും ഇന്ന ആരോടും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ് മിക്കവാറും നമ്മുടെ എല്ലാ ഇടവകയിൽ നിന്നും ഒരു 4-5 മെന്റേഴ്സ് വെച്ച് ഈ ആദ്യത്തെ ഇനാഗുറൽ സെഷനിൽ വന്ന് പങ്കെടുത്തു. അന്ന് ബോബി ജോസ് കട്ടിക്കാടായിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് നമ്മുടെ മെന്റേഴ്സിന്റെ 2 ട്രെയിനിങ് നടന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, എന്നിട്ട് നമ്മുടെ ഇപ്പൊ ഡയസിസിൽ തന്നെ 2 ഭാഗത്തായിട്ട് ഇപ്പൊ നമ്മുടെ ചെങ്ങന്നൂറും മാവേലിക്കര അങ്ങനെ എക്സ്ട്രീം പോർഷനിൽ വെച്ച് 2 ഇപ്പൊ ട്രെയിനിങ് നടത്തി. ആ ട്രെയിനിങ്ങിൽ നമ്മൾ ആദ്യത്തെ ഇനാഗുറൽ സെഷനിൽ പങ്കെടുത്തവരെയൊക്കെ കൂടുതൽ പേര് വന്നു. ഇപ്പം അഗ്രികൾച്ചർ ഓഫീസേഴ്സ് വന്നു, റിട്ടയർഡ് വെറ്റിനറി ഡയറക്ടേഴ്സ് വന്നു, സാധാരണ പൊതുപ്രവർത്തകർ വന്നു, വീട്ടമ്മമാര് വന്നു, അങ്ങനെയൊക്കെ ഉള്ളവരും വന്നു, ഇതിനോട് താല്പര്യമുള്ളവർ വന്നു. അപ്പൊ അത് ഈ 2 സെഷൻ ഇപ്പൊ നടന്നു. ഈ 2 സെഷനിലും ഞാനും ക്ലാസ് എടുത്തു, ലവീൻ ക്ലാസ് എടുത്തു. അപ്പൊ അത് അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഇത് ആക്ഷനിലോട്ട് വരുന്നത് സെപ്റ്റംബർ മാസത്തില് നമ്മുടെ പള്ളിയിലെ 4 മുതൽ 24 വയസ്സ് വരെയുള്ള പിള്ളേരെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടവകയെ തന്നെയാണ് നമ്മുടെ മെന്ററിങ്. നമ്മൾ വേറൊരു ഒരു ഇടവകയെ പോയെന്നുള്ള മെന്ററിങ് അല്ല.
ഇപ്പൊ എൻ്റെ ഇടവകയിൽ 34 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 6 മെന്റേഴ്സിന് ഇവരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പിന്നീടുള്ളത് ഇതുവരെ ആക്ഷനിലോട്ട് വന്നിട്ടില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരെ ഇപ്പം നമ്മൾ പറഞ്ഞ അവരുടെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കുക, അവരെ നിരന്തരം വിളിക്കുക, അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ്, അവർ നമ്മൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടെന്ന് അവർക്കൊരു തോന്നൽ ജനിപ്പിക്കത്തക്ക രീതിയിൽ അത്രയും പേരോട് അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് പറയുക. ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ്. അത് ആക്ഷനിലായില്ല. മെന്റേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞു, കാറ്റഗറൈസേഷൻ കഴിഞ്ഞു. നമ്മുടെ ഇടവകയിലെ പിള്ളേരെ നമ്മൾ ഇങ്ങനെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ളവര്, ഇപ്പൊ 24 വയസ്സുള്ളവരൊന്നും ഇല്ല ഇപ്പോഴ്. എന്നാൽ നമ്മുടെ ഒരു 17 വയസ്സ് വരെയൊക്കെ ഉള്ളവരേ ഉള്ളൂ മാക്സിമം ഉള്ളത് ഇപ്പോഴ്. അപ്പൊ അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞെൻ്റെ അടുക്ക വന്ന് പറഞ്ഞ്, ടീച്ചറെ പപ്പായോട് പറയണേ, നമ്മുടെ കൂടെ ഉള്ള അവർ പറയാം, പപ്പായോട് പറയണേ എന്നെ എഞ്ചിനീയറിങ്ങിന് വിടരുത്, എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം എന്ന് ഇങ്ങനെ പറയുക. അപ്പം അത് നമുക്ക് വേണമെങ്കിലും അത് നമുക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ പേരൻസിനോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു പ്രയോജനമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. ആ കാറ്റഗറൈസേഷൻ നടന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ആക്ഷനിലോട്ട് എത്തിയിട്ടില്ല. എങ്കിലും നന്നായിട്ട് ഇപ്പോൾ ആ മെന്ററിങ് ട്രെയിനിങ് നടന്നു. അത്രയും വരെ എത്തി നിൽക്കുക അച്ഛൻ. താങ്ക് യു. നമ്മുടെ ജോർജ് തോമസ് ടി. ഈസ് മൈ ബ്രദർ. എന്റെ സഹോദരിയിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് ആദ്യമേ രേഖപ്പെടുത്തുന്നു. അതിന് ചിലപ്പോൾ ഒരു പരിമിതി ഉണ്ടാകും സഹോദരിയെ അഭിനന്ദിക്കുന്നതിനകത്ത്. എങ്കിൽ പോലും ഞാൻ ഇതിനകത്ത് പങ്കെടുക്കാൻ എനിക്ക് വളരെയധികം സന്തോഷത്തോടെയും അതുപോലെ തന്നെ വളരെ ചിന്താർഹവുമായിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു എൻ്റെ അഭിപ്രായം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് മാതാപിതാ ഗുരു ദൈവം എന്ന ഒരു സങ്കല്പം അത് തലമുറകളായിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അതേ ഒരു സാമൂഹ്യ സാഹചര്യമല്ല ഇന്ന്. ഈ പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് ശേഷം നമുക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഇത്രമാത്രം എല്ലാം തുറന്നു കിട്ടിയപ്പോൾ ലോകത്ത് നടക്കുന്ന ഏത് സംസ്കാരത്തെയും വളരെ വേഗം നമ്മളിലേക്ക് പടർന്നു പോകുന്ന, അതിൽ ശരിയും തെറ്റും ഉണ്ടാവാം, അത് വളരെ വേഗം നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഉള്ളത്. അതിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം, കാണുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ഒരു പശ്ചാത്തലം ലഭിച്ച ആളുകളാണ് നമ്മുടെ തലമുറ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സീനിയർ സിറ്റിസണോ അതിനോടൊക്കെ അടുപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാനത് പറഞ്ഞത്. ജീവിതത്തിൽ ജയിക്കുന്ന വിജയിയുടെ വിജയമന്ത്രവും പരാജിതന്റെ പരാജയ കാരണവും പഠിക്കുന്നതാണ് ഒരാൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലത്. അപ്പൊ അത് ഒരു പക്ഷേ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്ത തെറ്റ് നമ്മൾ യുവാവായിരിക്കുമ്പോൾ ചെയ്യണമെന്നില്ല. അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ഉപേക്ഷിക്കും. അതിനുശേഷം നമ്മൾ മധ്യവയസ്കരാകുക ഉടനെയാണ് യഥാർത്ഥത്തിൽ അപ്പനെയും അമ്മയും കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നത്. കാരണം നമ്മളുടെ മക്കളോടുള്ള നമുക്കുള്ള സ്നേഹം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലുള്ള കുഴപ്പം, ഇത് നമ്മുടെ ചെറുപ്പത്തിൽ അത് നമ്മൾ അപ്പനോടും അമ്മയോടും കാണിച്ചതിലുള്ള തെറ്റ്, കുറ്റബോധം, ഇതെല്ലാം ഇങ്ങനെ ഒരു ഘട്ടം പോകും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാൾ ഏറെ മുതിർന്ന തലമുറയുടെ ഉപദേശങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഏറ്റെടുക്കാനായിട്ട് ഉള്ള ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നതില്ല. ആർക്കും ഉപദേശിക്കാനും കഴിയില്ല, അതിനാരും ഇരുന്ന് തരത്തില്ല, നമുക്കൊട്ട് നേരവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സഭയായി തന്നെ ഇപ്പൊ ഒരു ഭദ്രാസനം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമുക്ക് കൂടുതലായിട്ട്, അതായത് മെന്റർക്ക് ഒരു പ്രായപരിധിയില്ല ഏതവസ്ഥയിലും. ഇപ്പോ 80-ാമത്തെ വയസ്സിലിരിക്കുന്ന ആൾക്ക് 50-ലും 60-ലും പോകുന്ന മുത്തച്ഛനെ അമ്മമാരെ ഉപദേശിക്കാനായിട്ട് കഴിയും. അതിലും താഴെ ഉള്ള മുത്തച്ഛന് തൊട്ട് അടുത്ത താഴെയുള്ള 2 തലമുറയെ ഉപദേശിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഞാൻ ഉപദേശം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച്, അവരുടേതായി നേരിടുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ ആ കാലഘട്ടം പൂർത്തീകരിച്ച ആളുകൾക്ക് കൂടുതൽ എളുപ്പമുണ്ടാവും.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഘട്ടത്തിലും ഏതൊരാൾക്കും പ്രായപരിധി ഇല്ലാത്ത ഒരേ ഒരു രംഗം ഇത് തന്നെയാണ്. മറ്റേതിനൊക്കെ പിന്നെ റിട്ടയർമെന്റ് വേണമെന്ന് പറയും. ഇപ്പൊ 75 വയസ്സെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് വളരെ റിലവൻ്റ് ആണ്. നമ്മുടെ സമൂഹത്തിന്റെ, നമ്മളുടെ പിന്നെ ക്രിസ്തീയതയുടെ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ഈ മെന്ററിങ്ങിനകത്ത് ഗീത പറഞ്ഞതുപോലെ മാതാപിതാ ഗുരുദൈവത്തെ ഞാൻ ആ അർത്ഥത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതെല്ലാം സന്നിവേശിപ്പിച്ച് നമ്മൾ ആ മൂല്യങ്ങളെ പകർന്നു കൊടുക്കണം. അതിന് നമ്മൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു പ്രഭാഷണമാണ് പ്രിയപ്പെട്ട ഗീത നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് നമുക്കും കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തത്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു വിഷയം പലപ്പോഴും ചെറുപ്പത്തിൽ കിട്ടിയില്ലല്ലോ എന്ന്, അല്ലെ ഇങ്ങനെ ഒരു മെന്ററിങ്ങിന്റെ പരിഗണന കിട്ടിയില്ലല്ലോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ബെന്നി അച്ഛനും പ്രത്യേകിച്ച് ഗീതാ മാഡം രണ്ടുപേരും കൂടെ ഒരുമിച്ച് നല്ലൊരു സെഷനായിരുന്നു കഴിഞ്ഞു പോയത്. വളരെ ലളിതമായ ഭാഷയില് ഏറ്റവും ഭംഗിയായിട്ടാണ് മാഡം ആ വിഷയം അവതരിപ്പിച്ചത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ഓർക്കുമായിരുന്നു എൻ്റെ ചെറുപ്പത്തില് ഞാന് ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ ഒരു നാട്ടിൽ ഒരു അലക്സ് തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഞാൻ അന്നിങ്ങനെ മെന്ററിങ് എന്നോ മെന്ററിനോ ഉള്ള അനുഭവങ്ങളൊന്നും അല്ല, അതൊരു സാങ്കേതിക പദങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഫീസൊന്നും കൊടുത്ത് ട്യൂഷനായിട്ടല്ല, ഞാൻ അവിടെ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. അദ്ദേഹം എന്നെ ഇപ്പൊ ഞാൻ ഓർക്കുമ്പോൾ അദ്ദേഹം എൻ്റെ മെന്ററായിരുന്നെന്ന് ഞാൻ ഇപ്പോഴങ്ങ് ഓർക്കുക. കാരണം എന്നെ അദ്ദേഹം കൈ പിടിച്ച് നടത്തുകയും അദ്ദേഹം ഞങ്ങളുടെ യുവൻ സഖ്യത്തിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. എന്നെ യുവൻ സഖ്യത്തിൽ അംഗമാക്കി. അടുത്ത വർഷം ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ പേര് സെക്രട്ടറി ആയിട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ അന്നത്തെ കാലത്ത് യുവൻ സഖ്യത്തിലൊക്കെ 10-30 വയസ്സുള്ള ഇഷ്ടം പോലെ ആൾക്കാരുള്ളപ്പോൾ 14 വയസ്സുകാരനെ പിന്നെ സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാല് ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പ്രാപ്തിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളിൽ മുന്നോട്ട് വന്നാലേ നമുക്കൊക്കെ കഴിവും പ്രാപ്തിയും ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊരു കയറ്റമായിരുന്നു. ആ കയറ്റം സഭാ കൗൺസിൽ അംഗമായതിന് ശേഷമാണ് അല്പം സാവധാനത്തിലായത്. അതാണ് ഞാൻ പോലും അറിയാതെ എന്നെ ഒരു മെന്റർ നയിച്ചു. ഇപ്പൊ അദ്ദേഹം ബഹ്റിനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അലക്സ് തോമസ് അമ്പുങ്കയത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏതായാലും അങ്ങനെയുള്ള ആൾക്കാര് നമ്മുടെ സമൂഹത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെ മെന്ററിങ് നടത്താനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം വ്യക്തികൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനമല്ല, മാർത്തോമാ സഭയിലെ എല്ലാ ഭദ്രാസനവും ഈ കാര്യം ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും. അതാണ് അഭ്യർത്ഥിക്കുന്നത്. എനിക്ക് 1-2 സംശയമുള്ള ഞാൻ ചോദിക്കാൻ. ഒന്ന്, ഈ മെന്ററായിട്ട് സെലക്ട് ചെയ്യുന്ന ആളിനെ ഇപ്പം ഒരു ഇടവകയെന്ന് കുറെ പേര് വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം പറഞ്ഞത്. ഈ വ്യക്തിയുടെ സ്വഭാവ മഹിമ കണക്കിലെടുക്കാറുണ്ടോ, അതോ വരുന്ന എല്ലാവരെയും അങ്ങ് സ്വീകരിക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ മെന്ററിങ്ങിനായിട്ട് വരുമ്പം പേരൻസും മെന്ററുമായിട്ടൊരു ക്ലാഷ് വരാനൊരു സാധ്യതയില്ലേ? കാരണം ടീച്ചറിനോട് ഓടി വന്ന് പറഞ്ഞ എന്നെ എഞ്ചിനീയറിങ്ങിന് പോകാൻ അനുവദിക്കരുത്, ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമെന്ന് പറയണം, പേരൻസിനോട് പറയണം. ഇങ്ങനെ കുറെ നാള് ഈ മെന്റർ കുഞ്ഞിന് വേണ്ടി കുട്ടിക്ക് വേണ്ടി
വക്കാലത്ത് പിടിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അതൊരു മാതാപിതാക്കളുമായിട്ട് ഒരു ക്ലാഷ് വരാനായിട്ട് സാധ്യതയില്ലേ? അതിനെപ്പറ്റി ഈ 2 ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം നൽകിയാൽ കൊള്ളായിരുന്നു. താങ്ക് യു വെരി മച്ച്. ടീച്ചറെ മറുപടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് നമ്മുടെ പള്ളിയിൽ ഇങ്ങനൊരു അനൗൺസ്മെന്റ് അച്ഛൻ നടത്തിയപ്പോൾ വാസ്തവത്തിൽ 2 പേരാണ് വില്ലിങ്നെസ് പറഞ്ഞത്. അവർ 2 പേരും റിട്ടയർഡ്, ഒരാൾ റിട്ടയർഡ് അധ്യാപികയും അല്ലാത്ത ആള് ടീച്ചറുമായിരുന്നു. പൊതുജന അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്വീകാര്യം, ഒരു അക്സെപ്റ്റൻസ്, അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. സാറ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ സമൂഹത്തിലുള്ളവരെയാണ് മെന്ററാകാൻ നമ്മൾ മനസ്സിൽ ഇപ്പൊ ഒരു മിനിസ്ട്രിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹം അതാണ്. അങ്ങനെ 2 പേര് വന്നെങ്കിൽ അതിനുശേഷം അച്ഛൻ അങ്ങനെ തന്നെയുള്ള 2-3 പേരെ കൂടെ അച്ഛൻ നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞു, ടീച്ചറിന് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ടീച്ചർ ഒരു സൺഡേ സ്കൂൾ ടീച്ചറാവുക, ഈ ഒഫീഷ്യൽ ടീച്ചറല്ല, പക്ഷേ ഒരു സൺഡേ സ്കൂൾ ടീച്ചറാണ്, ടീച്ചറിന് കഴിയും എന്ന് പറഞ്ഞാണ് ഈ ട്രെയിനിങ്ങിന് ആ 2 പേരെ തുടർന്നുള്ള 3 പേരെ കൂടെ വിട്ടത്. അങ്ങനെ 5 പേരെയാണ് വിട്ടത്. സാർ പറഞ്ഞത് ശരിയാണ്. ഈ അക്സെപ്റ്റൻസ് എല്ലായിടത്തും എല്ലാവരാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കാനും അങ്ങനെ ഒരാളെ വില്ലിങ്നെസ് ആയിട്ട് വരാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഇടവകയില് നമുക്ക് ചിലർ വരുമ്പോൾ നമ്മൾ വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവരും യഥാർത്ഥത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മെന്ററിങ്ങിന് വന്നവരിൽ ചിലരൊക്കെ ആ രീതിയിലുള്ളവരും ഉണ്ട്. എന്നാൽ അത് കേട്ട് കഴിഞ്ഞ് കുറച്ച് പേര് ഇതിൽ നിന്ന് പിന്മാറിയിട്ടുമുണ്ട്. 1-2 പേരൊക്കെ ഇതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. സാർ പറഞ്ഞത് കറക്റ്റാണ്. അക്സെപ്റ്റൻസ് വേണം. അത് പൊതുവിൽ ഒരു അക്സെപ്റ്റൻസ് ഉള്ള ആളാണ് മെന്ററാകാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആകണമെന്നും ചിന്തിക്കുന്നു. രണ്ടാമത് സാറ് പറഞ്ഞ വിഷയം കറക്റ്റാണ്. കാരണം നമ്മൾ പേരൻസുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ആള് ഒരു സംഭവം ഞാൻ പറയാം. അതായത് എൻ്റെ മോൾ ഡെന്റൽ കോളേജിൽ പഠിച്ചു. ആ ഡെന്റൽ കോളേജിൽ പഠിച്ചപ്പോൾ അവന്റെ പേരൻസിന്റെ താല്പര്യം കൊണ്ട് മാത്രം ഒരു പയ്യൻ വന്ന് ഡെന്റിസ്റ്റ് BDSന് ചേർന്നു. ഒറ്റ വിഷയം പോലും 1ാമത്തെ വർഷം കിട്ടിയില്ല. ഒറ്റ വർഷം. നല്ല റിച്ചായ ഒരു പയ്യനാണ്. അവന്റെ ഈ പറഞ്ഞ പോലെ അവനെ പഠിപ്പിച്ച അല്ലെങ്കിൽ അവനെ സ്കൂളിങ് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട് അവന് ഭയങ്കര ഡിസൈനിങ് ആണ്. നന്നായിട്ട് തുണിയിലൊക്കെ നല്ല നല്ല ഫാഷൻ ഡിസൈനിങ്ങിനുള്ള താല്പര്യമുള്ള പയ്യനാണ്. ഇപ്പം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു മെയിൻ ബുട്ടിക്ക് നടത്തുകയാണ്. അവൻ BDS ഉപേക്ഷിച്ചു. അവന്റെ പേരന്റ് ഈയിടെ പറഞ്ഞതാണ്, അവന്റെ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്ത്, മെന്റർ എന്നുള്ള വാക്കല്ല വെച്ച്, അവന്റെ ടീച്ചർ പറഞ്ഞത് വിട്ടിരുന്നെങ്കിൽ എൻ്റെ 1-2 വർഷത്തെ ഫീസ് നഷ്ടപ്പെടത്തില്ലായിരുന്നു പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഒരു അറിവാണ് ഇപ്പൊ പറഞ്ഞത്. ഈ സാറ് പറഞ്ഞ കേസ് കറക്റ്റാണ്. കാരണം ഒരു പേരന്റ് മെഡിസിന് വിടാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ചെന്ന് ഇവന് ഫോട്ടോഗ്രാഫിയായി ഇഷ്ടമെന്ന് പറയുന്നത്. റിയലി അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മളുടെ ഡ്യൂട്ടി തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അത് അവരുടെ ചോയ്സാണ്. അവരുടെ മോനെ എഞ്ചിനീയറിങ്ങിനാണോ മെഡിസിനാണോ CAക്കാണോ വിടുന്നെന്നുള്ളത് അവരുടെ ചോയ്സാണ്. പക്ഷെ ആസ് എ മെന്റർ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവന്റെ ടേസ്റ്റ് ഇന്നതാണെന്ന് ഒന്ന് കാണിക്കും. 4ാം ക്ലാസ് മുതൽ അവൻ എടുക്കുന്ന ഫോട്ടോയുടെ ഒരു പ്രൊഫഷണലിസം അത് വളരെ വലുതാണ്, ചെറുതല്ല എന്ന് കാണിക്കാൻ അവരോട് പറയുകയല്ലാതെ നമുക്കത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഫോട്ടോഗ്രാഫിക്ക് വിടാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ ആസ് എ മെന്റർ നമുക്ക് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ അത് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീച്ചർ പറഞ്ഞ് നിർത്തിയെടുത്ത് ഈ റഫറിങ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ ടീച്ചർ എന്ന് പറയുമ്പോൾ പേരൻസിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ടീച്ചറിന് പറയാം, നിങ്ങളൊരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോയി ഈ കുഞ്ഞിന്റെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അതനുസരിച്ചുള്ള ഒരു കോഴ്സിന് വിടണം എന്ന് നമുക്ക് റെഫർ ചെയ്യാം. അപ്പം അവര് ഒരു കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ട് അത് പറയുന്ന ആളുകളുടെ അടുത്ത് പോയി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി
ഒരു ശരിയായ ഡിസിഷൻ എടുക്കുന്നതിന് അവരെ സഹായിക്കുക എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ ക്ലാഷ് വരുന്നില്ല. അവിടെ ബെഞ്ചി സാറാ. നമസ്കാരം അച്ഛാ. ഞാന് ടീച്ചറിന്റെ ക്ലാസ് മുഴുവൻ സമയം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഞാനൊരു ചെറിയ യാത്രയിലായിരുന്നു, അതുകൊണ്ട് മുഴുവൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലും മനസ്സിലാക്കിയിടത്തോളം ടീച്ചർ വളരെ ഭംഗിയായിട്ട് അനുഗ്രഹപ്രദമായിട്ട് ക്ലാസ് നയിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. ഈ ഞങ്ങളുടെ ടീച്ചറിന്റെ ഭദ്രാസനത്തിൽ തന്നെയാണ് ഞാനും ഉൾപ്പെടുന്നത്. ഞാനും ഈ മെന്ററിങ്ങിന് ഒരു വോളണ്ടിയർ ആയിട്ട് പേര് കൊടുത്തിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ എനിക്ക് ഉള്ള ഒരു സന്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം ഭദ്രാസനത്തിൽ ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പൂർണ്ണമായിട്ടൊരു വ്യക്തത ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സംഗതി ഇതിനകത്ത് ഒന്ന് എനിക്ക് ഒരു ചെറിയൊരു സന്ദേഹമുള്ളത്, ഈ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞ ഒരു സംശയത്തിന്റെ കാലമാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ കുട്ടികളുടെ സമയം പോകുമെന്നൊക്കെയുള്ള മാതാപിതാക്കളുടെ ഭയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് നമ്മള് ഇങ്ങനൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ കൂടുതൽ അവരോട് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇത് ഏത് വിധത്തിലായിരിക്കും അതിനെ പേരൻസ് ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു സന്ദേഹം എനിക്കുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് പഠിക്കാൻ സമയം പോരാ, അല്ലെങ്കിൽ ട്യൂഷന് വിടാന്, അതുപോലെയൊക്കെയുള്ള പേരൻസ് മുമ്പിൽ കാണുന്ന കുട്ടികളുടെ സമയം എപ്രകാരം ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്കുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റിയുടെ മുമ്പിൽ നമ്മള് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതിന്, അല്ലെങ്കിൽ അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതിന്, അതും അല്ലെങ്കിൽ അവരെ ഒന്ന് വീട്ടിൽ വിളിച്ച് അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തുന്നതിനൊക്കെയുള്ള സമയം എടുക്കുന്നതിന് അത് എത്ര പേരൻസ് അതിനോട് സഹകരിക്കും എന്നുള്ളത് ഒരു സന്ദേഹം എനിക്കുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു മിനിസ്ട്രിയില് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ഭദ്രാസനമായിട്ടാണെങ്കിലും ഇടവകയായിട്ടാണെങ്കിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പേരൻസിന്റെ കൂടെ ഒരു സഹകരണം കിട്ടത്തക്ക വിധത്തിൽ അവരുടെ പേരൻസിന്റെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ ഒന്ന് വിളിച്ചു കൂട്ടി അവർക്കും കൂടെ ഒരു വ്യക്തത ഈ വിഷയത്തിൽ നൽകണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. താങ്ക് യു. ശലോമോനച്ചൻ. താങ്ക് യു ഡെന്നിയച്ചൻ. ഗീത ടീച്ചർ വളരെ മനോഹരമായിട്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യത്തെയാണ് ഈ വിഷയത്തിലൂടെ അവതരിപ്പിച്ചത്. നമ്മളുടെ മുൻ തലമുറകളോ നമ്മൾ തന്നെയോ ചിലപ്പം കുറെ കൂടെ ഒരു വലിയ ഒരു ഫാമിലി സിസ്റ്റത്തിനകത്ത് ജനിച്ചു വളർന്നവരായിരിക്കും. എന്നാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പട്ടണങ്ങളിലേക്കുള്ള നമ്മളുടെ താമസമാറ്റവും പുതിയ ജോലിക്രമവും ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് സമൂഹത്തിൽ എത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും മെന്ററിങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. അതിനകത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ പല ഡിഫിക്കൽറ്റി, പല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പലരും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം ബെഞ്ചമിൻ തന്നെ ഇപ്പൊ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത് ഈ മാതാപിതാക്കളുടെ സഹകരണം, അവരുടെ ചിലപ്പോൾ നിസ്സഹകരണം, ഇതിനകത്തൊക്കെ ഇത് ബാധിക്കുമോ. എന്നാല് ഇതിനകത്ത് ആ ഒരു വിഷയത്തിനേക്ക് അപ്പുറത്തേക്ക് ഈ മെന്റേഴ്സ് ആകുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ് ഈ പ്രോഗ്രാമിനെ അർത്ഥവത്താക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ വളരെ ജെനുവിനായിട്ടുള്ള എക്സ്ട്രോവേർ പേഴ്സണാലിറ്റി ടൈപ്പിലുള്ള ആളുകൾ, ഒരു പ്രോസോഷ്യൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, അവർക്ക് ഇങ്ങനെ ഒരു സംഘടനയൊന്നും രൂപീകരിച്ചില്ലെങ്കിലും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും അവരുടെ യാത്രകളിലും പോക്കുകളിലും വഴിയിൽ കാണുന്നവരോടും ഒക്കെ തന്നെ അവരെ ഒരു മെന്ററായിട്ട്
അവരുമായിട്ട് ഇടപഴകുന്നവർക്ക് ബോധ്യപ്പെടും. എന്നാൽ നമ്മളിപ്പോൾ സഭയായിട്ടും ഭദ്രാസനമായിട്ടും ഇങ്ങനെ ഒരു കാര്യം, അതിനൊരു ഓർഗനൈസ്ഡ് ഫോം വരികയാണ്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മൾ കുറേ ആളുകൾ മെൻറ്റേഴ്സായിട്ട് ഒരു തലമുറയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിട്ട് എടുക്കുകയും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒരു സഭയുടെ ഒരു സംവിധാനത്തിനുള്ളിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് അത് യഥാർത്ഥത്തിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അതിനകത്ത് ചേർന്ന് നിൽക്കുന്ന ഗീത ടീച്ചറേയും ലവനും എൻ്റെയും ഒരു സുഹൃത്താണ്. ലവനെയും ഗീത ടീച്ചറെയൊക്കെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനൊരു ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത നമ്മുടെ സബർഗൻ തിരുമേനിയോടും എൻ്റെ അപ്രീസിയേഷൻ ഗീത ടീച്ചർ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് അറിയിച്ചാലും സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ മെന്റേഴ്സായിട്ട് പോകാൻ ഇതിനകത്ത് ഇരിക്കുന്നതിൽ ഇപ്പം ഗീത ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നവരും വ്യത്യസ്ത മേഖലകളിൽ വളരെ പ്രോസോഷ്യലായിട്ട് ചിന്തിക്കുന്ന ആളുകളും അങ്ങനെ പങ്കെടുക്കുന്ന ആളുകളുമാണ്. അതാണ് ഈ ഒരു സ്റ്റഡി ഫോറത്തിലെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതിനകത്ത് മെന്റേഴ്സായിട്ട് പോകുന്നവർക്കുണ്ടാകേണ്ട രണ്ട് കാര്യം. ഒന്ന്, ഇവിടെ ഗീത ടീച്ചർ ആദ്യമേ പറഞ്ഞപ്പോൾ നമ്മളുടെ മോഡല് കർത്താവാണെന്നൊന്ന് പറഞ്ഞു. കർത്താവാണ് നമ്മളുടെ മോഡലെന്ന് പറയുമ്പോൾ ഈ മെന്റർഷിപ്പിനുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഷുഡ് ബി ദ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ അടുത്ത് വരുന്ന കുട്ടിയെ അവൻ ഇന്ന വീട്ടിലെയാണെന്നോ ഇന്ന ജോലി ചെയ്യുന്ന അപ്പൻ്റെ മോനാണെന്നോ അല്ലെങ്കിൽ അവന് പരീക്ഷയ്ക്ക് 13 മാർക്കേ കിട്ടിയുള്ളെന്നോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ക്രൈറ്റീരിയക്കകത്ത് നമ്മൾ ഒരാളിനെ കാണുന്ന സമീപനം ഒരു മെന്റർക്കുണ്ടാകാൻ പാടില്ല. മെന്റർ എപ്പോഴും ഒരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരാളെയും കർത്താവ് എന്തെങ്കിലും വിധിച്ചതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ എങ്ങും വായിക്കുന്നില്ല. പുറത്തെവിടെയെങ്കിലും ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ബൈബിളിലെങ്ങും കർത്താവ് ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരു മെന്റർഷിപ്പിന് പോകുന്ന ഒരു മെന്റർ ആകാനുള്ള ഏതെങ്കിലും ഒരു താല്പര്യമുള്ളവർ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാണ്. അത് പ്രിയപ്പെട്ട ഡെന്നിയച്ചനൊക്കെ അത് കുറച്ചും കൂടെ സൈക്കോളജിയും സൈക്യാട്രിയൊക്കെ കലർത്തിയൊക്കെ പറയും, കൗൺസിലിങ്ങിലൂടെയൊക്കെ പറയും. എന്നാൽ ഈ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. അത് നമ്മൾ പലരും ഒരുപാട് ഹിഡൻ ഏറിയയും ഒരുപാട് ഡാർക്ക് ഏറിയയും ഒരുപാട് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മെന്റർഷിപ്പ് പാടില്ല. മെന്റർഷിപ്പിന് പോകുന്ന മെന്ററായിട്ടിരിക്കുന്നവര് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളതായിരിക്കും. ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ടായിരിക്കും. ഒരു നന്മയെക്കുറിച്ചുള്ള ഒരു നല്ല വിഷൻ ഉണ്ടായിരിക്കും. ട്രാൻസ്പാരൻ്റ് ആയിട്ട് ജീവിക്കണമെന്നുള്ള താല്പര്യമുള്ളവരായിരിക്കും. അന്നേരം ഇതൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി ആയിട്ട് ഉള്ളവര് ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യൽ ഫോറത്തിൽ പോയില്ലെങ്കിൽ പോലും മെന്റർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഈസ് ഓൾവേസ് ആൻഡ് എവർ ആൻഡ് എവർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്ക് തോന്നുന്നത്. അതിനെ വളരെ അടിവരയിടുന്ന രീതിയിലാണ് പ്രിയപ്പെട്ട ഗീത ടീച്ചർ സംസാരിച്ചത്. അത് വളരെ നന്നായിരുന്നു. ഞങ്ങളുടെ ഈ ഫോറത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈ ചെങ്ങന്നൂർ ഡയോസസ് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ഈ മെന്റർഷിപ്പിന് വേണ്ടി അങ്ങനെ ചിന്തിച്ചു ഒരുക്കി എന്ന് പറയുന്നത് വളരെ അനുകരണീയമായ ഒരു കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കുക, അതിന് സഭ സജ്ജമാകുക എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. ക്ലാസ് എടുത്ത ഗീത ടീച്ചറിനോട് പ്രത്യേകമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. നമ്മുടെ അവസാനത്തെ പ്രതികരണം മാത്യു സാറ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തത്. അയ്യാ മനസ്സിലായോ?
ഞാൻ ഈ ഗ്രൂപ്പിന്റെ ആദ്യകാലത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇതിന്റെ ആദ്യത്തെ അഡ്മിനായിരുന്ന എബ്രഹാം വർഗീസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മരണത്തോടുകൂടി ഞാൻ പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ്. വീണ്ടും കഴിഞ്ഞ ദിവസം എൻ്റെ സഹപ്രവർത്തകൻ തന്നെയായിരുന്നു വിൽസൺ കരിമ്പന്നൂർ. ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പം വീണ്ടും ഈ ഗ്രൂപ്പിലേക്ക് വരേണ്ടി വന്നു. പ്രത്യേകിച്ച് പിന്നെ ഗീത എൻ്റെ ഒരു കസിനാണ്, സിസ്റ്ററാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരേ സമയത്ത് മർത്തോമ കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ ഇപ്പം പലരുടെയും കാര്യമൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തെന്നാൽ ഞാനിവിടെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ഈ വിഷയം ഞാൻ കണ്ടില്ലായിരുന്നു. ഈ വിഷയത്തിൽ ഞാൻ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് ഞാനിപ്പം പിന്നെ സമയം ഒത്തിരി ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇതെന്റെ വൈഫാണ്. ബോംബെ ഭദ്രാസനത്തിന്റെ കൗൺസിൽ മെമ്പർ കൂടിയാണ്. ഇത്രയൊന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മടങ്ങി വന്ന് ഈ കൂട്ടായ്മയെ സമ്പുഷ്ടമാക്കിയതിൽ സന്തോഷം. ലാസ്റ്റ് റെസ്പോൺസ് ജിബു ചെറിയ. ഇതോടെ നമുക്ക് സമയം കഴിയാറായി, അതുകൊണ്ട് അവസാനിപ്പിക്കാം. Yeah. Firstly, I think the speaker has given a very good discourse on the different aspects of mentoring. Her expertise is to be seen very much in this, in what she had said. Though it's not the correct forum, the last week, Achan also gave a very good thing, but I couldn't participate in the session after that. Now let's come back to this mentoring thing. When you talk about mentoring like this, my understanding of it, and I'm quite a qualified person in this because I've done this thing, I've handled employees, all sort of things I've done. Mentoring in that particular sense has been more a commercial activity in the corporate world. Now, in the social world in which we are, if mentoring is required, I would see that it would be a failure of myself as a parent, where my son does not have access to me, my son cannot express himself freely to me, and he cannot tell his inner thoughts either to me as a father or to my wife as a mother, and not even his uncle. So he is hiding something out of fear, or the fact that he feels free with somebody else. That itself would be a slight setback for me, because I am one of his, me and my wife would be one of his, not I'm talking about myself, but would be one of his closest confidants. If he cannot confide in his mother that his inclination is not for medicine or for engineering or for chartered accountancy, and he feels free to talk to an external party, and he tells the external party, please tell my dad that I don't let the speaker herself told that she had come across a case like this, then there is something wrong somewhere. Now let's go to the time when some of you all were born in the 1930s, 1960s, etc., etc. What sort of mentoring did any of us have? Yes, we had father figures in the Sunday school and in the church to whom we could be accessible, or who were accessible to us, etc., or who would give us guidance without without any requirement for it. Look, I stay in a big colony, and I'm seen as a mentor to many people because, like my wife says, I give unsolicited advice. So I said, okay, boy, what are you doing? In the 11th standard, I said, okay, what are your preferences, etc., etc. Then I said, okay, if you are interested in economics, there is St. Stephen's College in Delhi, where a lot of us Malayalis go to. Try for it. It's a top class thing. Or somebody's finished economics, I said, the Indian Statistical Institute is there. In today's world, all this information is available, but still there would be people who would not be aware of these opportunities. Mentoring is not giving a direction as to different opportunities available. Mentoring is also a
a fallback, safe back option, like a safety net for emotional problems. Not emotional problem, it can't be called a problem. Emotional disruptions in a youth's life. So that, from that point of view, yes, mentoring is required. But like I said in this particular thing, look, there are many aspects of mentoring which come up. My ex-vicar Salman Achan has rightly put 2 or 3 points very correctly. Thomas Wilson also said that yes, mentoring, wouldn't it be a slight conflict with the parents, which is what I'm talking about? And how do you induct parents also into this mentoring program rather than just outsiders? And the second thing is, okay, now you are taking mentoring just because somebody has got a sympathetic bent of mind or is very good in interpersonal relations. You're taking that thing. But if you really go to see in US, UK, and all, these sort of mentoring programs have got a little bit of certification where the person is actually taught in maybe a few sessions. The mentor themselves are taught as to how to conduct these sessions. What are the, where do you fit in? Are you a foster father, or are you a person to whom the person is accessible, etc., etc.? Look, even in this, what I know is that there are some people, some students, not students, some young children, 14, 15 years, very, very volatile years. They would gel with some people, will not gel with another person, because that one person could be an extension of their father, another person could be a bit more friendly person. So yes, you are a bit more accessible. In this, like Madam Speaker said, in some of these parishes, I've seen the Sunday school teachers, by and large, have a big role in mentoring, because they are accessible to the children. And look, by the time they're 14, there are very few children in the Sunday school anyway. Those are very volatile years. I hope you understand the meaning of volatile. A lot of disruptions, a lot of mental thought processes which are not in line, etc., etc. So these are some of the things, Madam. I do not expect a reaction from you, and neither am I trying to put you down in any manner. I just wanted to broaden the scope of thinking, so that that is what I do in most of the sessions. You're new to me. Other people know how I talk. And so I just thought I'd give another dimension to this particular topic, which you have done, and you have done full justice to it. Thanks. And Thomas Wilson also, thanks for choosing topics like this, whereby our awareness, our knowledge spectrum is heightened out. I don't know how many people are watching this, 31. Those who are not watching have really missed a good session. So thank you very much, everybody, for listening to me. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. 60 പേരുണ്ടായിരുന്നു, ഇപ്പം 30 പേരെ ഇനിയും ബാക്കിയുള്ളൂ. ഇനി കൂടുതൽ വൈകിയാൽ കൂടുതൽ ആളുകൾ എക്സിറ്റ് ആകും. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വളരെ ഗഹനമായ ഒരു വിഷയം വളരെ മനോഹരമായ വിധത്തിൽ ടീച്ചർ അവതരിപ്പിച്ചു. ടീച്ചറിനോടുള്ള അഭിനന്ദനവും നന്ദിയും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സന്തോഷവും അറിയിക്കുന്നു. വളരെ മനോഹരമായ വിധത്തിൽ പാട്ടുപാടി അർത്ഥവത്തായ പ്രാർത്ഥന നയിച്ച പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ സാറ്, എല്ലാം കൊണ്ടും ഈ ഒരു സെഷൻ വളരെ നല്ലതായിരുന്നു. ഭദ്രാസനം ആരംഭിച്ചിരിക്കുന്ന പുതിയ കാൽവെപ്പ് അത് ഒത്തിരി ബാലാവസ്ഥയിലാണ്. ഒത്തിരി പാഠങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ അർത്ഥവത്തായ വിധത്തിൽ അത് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഔദ്യോഗികമായ നന്ദി പറയുന്നതിന് ബെന്നി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ 260ാമത്തെ വെബിനാറിൽ ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഡെന്നി ഫിലിപ്പ് അച്ഛൻ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മെയിൻ ടോക്കിന് നേതൃത്വം നൽകിയ മിസ്സസ് ഗീത ടി ജോർജ് മാഡം, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, ഡെന്നി ഫിലിപ്പ് അച്ഛൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയുണ്ടായല്ലോ. എന്നാൽ വളരെ ചുരുക്കമായിട്ട് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ ഗീത ടി ജോർജ് മാഡത്തിലൂടെ മെൻറ്ററിങ്ങിൻ്റെ സമഗ്രമായിട്ടുള്ള വിവരങ്ങളെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ മെൻറ്ററിങ്ങിൻ്റെ എല്ലാ വശങ്ങളെയും മാഡം നമ്മളോട് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പലർക്കും ഒരുപക്ഷെ ഒരു പുതിയ അറിവായിരുന്നു കാണാം. പലർക്കും അപ്രകാരം തങ്ങൾ തന്നെ ഒരു മെൻറ്ററായി മാറിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഇന്നത്തെ മീറ്റിങ്ങിലൂടെ ഉണ്ടായി കാണാമെന്ന് വിശ്വസിക്കുകയാണ്.
ഇന്ന് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ഈ മീറ്റിങ്ങിൽ വന്ന് ഞങ്ങളോട് ഇത്രയധികം സമയം ചെലവഴിച്ച് ഈ വിഷയത്തെപ്പറ്റി വളരെ ആധികാരികമായി ഞങ്ങളോട് സംസാരിച്ച ഗീത ടി ജോർജ് മാഡത്തിനുള്ള ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ടീച്ചർ ഇപ്പോൾ നിക്കോൾസൺ സ്കൂളിന്റെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നു. അത് ആദ്യമേ പറയാൻ ഓർത്താ വിട്ടുപോയി. വിൽസൺ സാറിൻ്റെ കുറിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലയറിലും ഒക്കെയും ആ വിവരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കണ്ടവരൊക്കെ ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡെന്നി ഫിലിപ്പ് അച്ഛനെ വളരെ നാളുകൾക്ക് ശേഷം ഈ സൂം മീറ്റിങ്ങിലൂടെ കാണുവാനായിട്ടിടയായി. അച്ഛനുമായിട്ട് വ്യക്തിപരമായി ആത്മാർത്ഥമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ഏറ്റവും യോഗ്യനായ ഒരാൾ തന്നെയാണ് മോഡറേറ്ററായിരുന്നത്. അച്ഛൻ്റെ അനുഭവജ്ഞാനവും അതുപോലുള്ള കൗൺസിലിങ്ങിൻ്റെ വൈദഗ്ധ്യവും അപ്രകാരമുള്ള അറിവുകളൊക്കെയും നമ്മുടെ ഈ മീറ്റിങ്ങിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് സംവേദിച്ചതിലും ഒത്തിരിയധികം നന്ദിയുണ്ട്. വളരെ മനോഹരമായി ഇന്നത്തെ മീറ്റിംഗ് കൊണ്ടുപോകാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനോട് സാധിച്ചു. ഡെന്നി ഫിലിപ്പ് അച്ഛനുള്ള ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് ഗാനം ആലപിച്ചത് നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന ശ്രീ ബെൻസി അകമുറ്റവും ഫാമിലിയുമാണ്. അവരെ 3 പേരും കൂടെ ചേർന്ന് വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് പ്രാരംഭ ഗാനം ആലപിക്കുകയായിട്ടുണ്ടല്ലോ. ഇതിൽ മുമ്പ് പങ്കെടുത്തവർക്ക് അതൊരു പുതുമയല്ല, എന്നാൽ ഇന്ന് പലരും ഇന്ന് ആദ്യമായിട്ട് പങ്കെടുത്തവരുണ്ട്. അവർക്കൊക്കെയും മനോഹരമായ ഗാനം ഇന്ന് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിലൂടെ ശ്രവിക്കുവാനായിട്ട് ഇടയായി. അവരോട് 3 പേരോടുമുള്ള ബെൻസി ടി അകമുറ്റം, അതുപോലെ തന്നെ പ്രിയ പത്നി മകൾ ജുവൽ മോള് 3 പേരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരു കാർണവർ സ്ഥാനത്ത് നിന്ന് ഈ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ സാറാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. പലപ്പോഴും അനുഗ്രഹീതമായ പ്രാർത്ഥന ജോർജ് യോഹന്നാൻ സാറിലൂടെ വളരെ ചുരുക്കമായി നമ്മൾ കേൾക്കാറുണ്ട്. സമാപന പ്രാർത്ഥനയ്ക്കൊക്കെയും ജോർജ് യോഹന്നാൻ സാറ് പലപ്പോഴും നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റഡി ഫോറത്തെ സ്നേഹിച്ച് ഇതിൻ്റെ ഒരു സഹപ്രവർത്തകനായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് അനൗൺസ്മെൻറ്റ് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻ കൂടിയായിരിക്കുന്ന VI ജേക്കബ് സാറാണ്. സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിനുശേഷം ഈ മീറ്റിങ്ങിനെ ഇത്രയും സജീവമാക്കി ഇതിനോട് ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്, അതുപോലെ തന്നെ ചർച്ചകൾ പങ്കെടുത്തവരുണ്ട്, പുതിയ അറിവുകൾ നമുക്ക് പങ്കുവച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് ഞാൻ പറയുവാനായിട്ട് സമയം ചുരുക്കം മൂലം ആഗ്രഹിക്കുന്നില്ല. അവരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ സാറിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണല്ലോ ഇത് യാതൊരു മുടക്കവും കൂടാതെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള അർത്ഥശങ്കയില്ല. ഇപ്രകാരമുള്ള വിവിധ വൈവിധ്യമാർന്നിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുൻപിലോട്ട് എത്തിക്കുന്നതിന് അത് 260 മീറ്റിങ്ങും യാതൊരു മുടക്കവും കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും മുൻപോട്ട് കൊണ്ടുപോകാനൊക്കെയും വിൽസൺ കരിമ്പന്നൂർ സാറ് കാണിക്കുന്ന ഈ പ്രയത്നത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് സൂം മീറ്റിംഗ് കലാകാലങ്ങളിൽ ഒരുക്കി തരുന്നത് ശ്രീ ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സമാപന പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ആശീർവാദത്തിനും നേതൃത്വം നൽകുന്നതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ അച്ഛന്മാരോടും ഒരിക്കൽ കൂടി ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ടൈം സോണിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഗീത ജോർജ് മാഡത്തിനോടും ഡെന്നി ഫിലിപ്പ് അച്ഛനോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഒരു മിനിറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ബെഞ്ചി നെല്ലിക്കാലയാണ് ഗീതാ മാഡത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. നേരത്തെ ജോസ് പാറേക്കടവിൽ സാറിനെയും അദ്ദേഹം അറേഞ്ച് ചെയ്തു തന്നു. അന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ബെഞ്ചി സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ശലോമനച്ചൻ പ്രാർത്ഥിച്ച് രാജവഞ്ചേരി അച്ഛൻ ആശീർവാദം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥവും അതിൻ്റെ സന്തോഷവും ജീവിതത്തെ ആഘോഷമായി നയിക്കുവാനും അനുഭവിക്കുവാനും നീ നൽകിയിട്ടുള്ള വലിയ വരദാനത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ജീവിതത്തെ സന്തോഷമാകുവാൻ ഇടയാകാത്ത പല സാഹചര്യങ്ങളും, അവിടെയൊക്കെയും നിന്റെ ജീവന്റെ ആ വലിയ ആഘോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള നല്ല വഴികൾ ഞങ്ങൾക്ക് നീ അവിടുന്ന് നൽകുന്നത് ഓർത്ത് എന്നെ സ്തുതിക്കുന്നു. ഇന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അത്താണിയാകുവാൻ, ഒരു സഹയാത്രികനാകുവാൻ, അവരോട് ചേർന്ന് നടക്കുവാൻ ഉള്ള നല്ല പാഠങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കഴിയുന്നത്ര മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി ജീവിക്കാനായിട്ട് നീ സഹായിക്കണമേ.
മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം, മറ്റുള്ളവർക്ക് പ്രകാശമായിരിക്കാൻ നീ ഞങ്ങൾക്ക് പ്രകാശം നൽകിയിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളിൽ എപ്പോഴും നിലനിൽക്കുവാൻ സഹായിക്കണം. ഇന്ന് ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഗീത ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് മോഡറേറ്റ് ചെയ്ത പ്രിയപ്പെട്ട ഡെന്നിയച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർക്കുന്നു. ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തെ വാഴ്ത്തണമേ. സാമൂഹ്യ ബന്ധങ്ങളിൽ എപ്പോഴും ദൈവകൃപയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.